ഈ അടൂർ പട്ടണത്തിൽ വത്സല്യ ജനങ്ങൾ, അപ്പോൾ തന്നെ ഈ ശബ്ദ കാഴ്ചപരിധിയിൽ ഈ സന്ദേശത്തിന്റെ പരിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തെരഞ്ഞെടുത്ത നിങ്ങൾ അനുഗ്രഹീതരാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നം നിങ്ങളെ അറിയിച്ച് അതിൽ എങ്ങനെ നമുക്ക് ജയകരമായി പങ്കാളികളായി ജയിക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ 3 ദിവസങ്ങൾ സ്വർഗത്തിലെ ദൈവം എന്നിലൂടെ, ക്രിസ്തുവിലുള്ള എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടെ എല്ലാവരോടും ഓർപ്പിക്കുകയാണ്, സ്നേഹനിധിയായ, കരുതുന്ന, നമ്മളെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിന് നമ്മളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളാണുള്ളത്. അതൊന്ന് തിരിച്ചറിഞ്ഞ് അല്പകാലം മാത്രം ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ നിത്യകാലം ജീവിക്കുന്ന ദൈവമക്കളായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിലേക്ക് എന്നെയും കൂടെ ചേർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ പ്രിയമക്കളെ നമുക്ക് ഏവർക്കും ആയിരിക്കാം ദൈവസന്നിധിയിൽ. ഒരു നിമിഷം നമുക്ക് ദൈവസാന്നിധ്യത്തിന്റെ സമൃദ്ധിയിലിരുന്ന് കേൾക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ മക്കൾ എവിടെ കൂടുന്നു? ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ്. യേശു കർത്താവ് ഇങ്ങനെയാ പറഞ്ഞ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നു അവിടെ മധ്യ ഞാനുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ പുതപ്പ് അവിടെ മൂടുവാനിടയാകും. ദൈവമക്കളുടെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? അവർ പരിസരത്തെ മാറ്റുന്നവരാ. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്. കർത്താവ് യേശു ഇങ്ങനെ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ദൈവാത്മാവിൻ്റെ നദിയെക്കുറിച്ചായി പറയുന്നത്, ദൈവത്തിൻ്റെ സ്പർശനത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ദുഷ്ടലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ പുതപ്പിൻ്റെ കീഴിലായിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കണ്ണുകളടച്ച് ഹൃദയത്തിൻ്റെ ഉൾത്തളത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് നോക്കി ആ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ക്രിസ്തു യേശു മുഖാന്തരം ഞങ്ങളെ സൃഷ്ടിച്ചു. നഷ്ടപ്പെട്ടു പോയ ഞങ്ങളെ ക്രിസ്തുവിലൂടെ തിരിച്ചെടുത്തു. ക്രിസ്തുവിൽ സൂക്ഷിച്ചു വളർത്തി അങ്ങയുടെ മാറോടണയ്ക്കുന്ന ആ വലിയ സ്നേഹത്തിനായി നന്ദി. ഈ ഗ്രൗണ്ടിലായിരിക്കുന്ന, ഈ ശബ്ദ കാഴ്ചപ്രതിയിലായിരിക്കുന്ന, ഇനിയും ഓൺലൈനിലൂടെ ഇത് ശ്രവിക്കാൻ പോകുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ദിവ്യ ആത്മാവിനാൽ ഞങ്ങളെ മൂടണമേ. അങ്ങയുടെ തേജസ്സിനാൽ ഞങ്ങളെ മൂടണമേ. അങ്ങയുടെ ആത്മാവിന്റെ പുതപ്പിന്റെ കീഴിൽ ജീവൻ നിറയുന്നവരായി, ജീവൻ തുടിക്കുന്നവരായി, ജീവൻ പുറത്തേക്ക് തള്ളുന്നവരായി ഞങ്ങൾ തീരുവാൻ അങ്ങയുടെ മക്കളെ അങ്ങ് മൂടിയാട്ടെ. ദുഷ്ടന്റേതായ എല്ലാ പ്രവർത്തനങ്ങളും ഈ മക്കളിൽ, ഈ അന്തരീക്ഷത്തിൽ ഇപ്പോൾ അവസാനിക്കട്ടെ. ദൈവത്തിന്റെ രാജ്യത്വം ഈ മക്കളുടെ ഹൃദയങ്ങളിൽ മേലും, ഈ അന്തരീക്ഷത്തിന്റെ മേലും, ഈ അടൂർ പട്ടണത്തിന്റെ മേലും പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവിന്റെ കർത്തൃത്വം ഞങ്ങളുടെ പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ ആത്മാവിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഞങ്ങളുടെ പ്രഖ്യാപിക്കുന്നു. ദൈവത്തിന്റെ ക്രിസ്തുവിലൂടെയുള്ള ഭരണം ഞങ്ങളുടെ പ്രഖ്യാപിക്കുന്നു. മനുഷ്യ ഹൃദയങ്ങൾ പിശാചിന്റെ പിടിയിൽ നിന്ന്, മറ്റു ഭാരങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. രോഗങ്ങൾ വിട്ടുമാറട്ടെ, വേദനകൾ വിട്ടുമാറട്ടെ,
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ കെട്ടുകളും അഴിയട്ടെ, ഭാരങ്ങൾ മാറിപ്പോകട്ടെ. ദൈവവചന കേൾവിക്കായി ഈ മക്കളുടെ ഹൃദയങ്ങൾ തുറക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ പുതപ്പിന്റെ കീഴിൽ അജീവനോടെ ദൈവവചനം കേൾക്കാൻ ഞങ്ങളെ ഒരുക്കുന്നതിനായി നന്ദി. സ്വകീയ പിതാവേ, ക്രിസ്തുവിൽ ഞാൻ അങ്ങയുടെ അവയവമല്ലോ, ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം. സർവമഹത്വം പിതാവേ അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗ്രൗണ്ടിലായിരിക്കുന്ന, ശബ്ദ കാഴ്ചപ്രതിയിലായിരിക്കുന്ന എല്ലാവർക്കും സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കുകയാണ്. പ്രിയമക്കളെ, ഞാൻ നിങ്ങളെപ്പോലെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരൻ മാത്രമാണ്. എൻ്റെ ജോലി എന്ന് പറയുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ ചിന്തകൾ ഈ ഭൂമിയിൽ അറിയിക്കുക. ജാതി മത സംഘടന ഭേദം ഒന്നുമില്ലാതെ, ഡിനോമിനേഷൻ്റെ അതിർവരമ്പുകളില്ലാതെ കാര്യങ്ങൾ അറിയിക്കുക. എൻ്റെ പേര് ദിവസം പറഞ്ഞല്ലോ, ഷാജി ജോസഫ് എന്നാണ്. എറണാകുളം പ്രാർത്ഥനാലയത്തിൽ കഴിഞ്ഞ അനേക വർഷങ്ങളായി, 22-23 വർഷങ്ങളായി എല്ലാ മാസവും റിട്രീറ്റ്, 7 ദിവസത്തെ റിട്രീറ്റ് നടന്നു വരുന്നു. അനേക വ്യക്തികൾ അവിടെ വന്ന് യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശുവെ അനുഗമിച്ച് സ്വർഗസ്ഥ പിതാവിലേക്കുള്ള യാത്രയിലാണ്. പലരും ഇതാ ആ രക്ഷാനുഭവത്തിൽ കടന്നു വരികയും സ്നാനപ്പെടുകയും ഒക്കെ ചെയ്യുവാനുള്ള സ്വർഗത്തിൽ ഇവ സഹായിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഈ യാത്രക്കിടയിൽ മത്തായി സുവിശേഷം 24:14 പ്രകാരം രാജത്വത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ഈ ലോകത്തിന് എല്ലായിടും അറിയിക്കപ്പെടും എന്നുള്ള ആ വചനത്തിന്റെ അടിസ്ഥാനത്തിന്റെ മേൽ യേശു കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന, ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ആ മാൻഡേറ്റിന്റെ ഭാഗമായിട്ടാണ് ഈ പട്ടണത്തിലും നിങ്ങളുടെ അടുക്കലും കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഇത്രയും പേർക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ സന്ദേശത്തിന്റെ തണലായിരിക്കുമ്പോൾ തന്നെ ദൈവം എല്ലാ ആശ്വാസങ്ങളാലും നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിന്റെ കര നിങ്ങളുടെ മേൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകട്ടെ. അതുകൊണ്ട് ഒരു ഭൂമി വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ചിന്തകൾ വലിച്ചെടുക്കുവാൻ, ജീവൻ വലിച്ചെടുക്കുവാൻ ഒരു മനോഭാവത്തോടുകൂടെ പ്രിയമക്കളെ നിങ്ങൾ ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം വരുമ്പോൾ ചിലർക്ക് അത് സ്പർശനം പോലും കിട്ടത്തില്ല, പക്ഷെ ചിലർ വളരെ സ്പീഡിൽ അത് വലിച്ചെടുക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ സ്പീഡിൽ വലിച്ചെടുക്കുന്ന വ്യക്തിത്വങ്ങളെ പോലെ നാം ആയിരിക്കണം. കുറച്ച് വെള്ളം കിടക്കുകയാ, ആ വെള്ളം കിടക്കുന്ന മണ്ഡലത്തിലേക്ക് ഒരു കല്ലെടുത്ത് വെച്ചാൽ കല്ല് തിരിച്ചെടുക്കുമ്പോൾ കല്ലിന്റെ ഉള്ളിൽ ഒരു വെള്ളവുമില്ല. പക്ഷേ ആ വെള്ളത്തിലേക്ക് ഒരു സ്പോഞ്ച് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സ്പോഞ്ച് തിരിച്ചെടുക്കുമ്പോൾ ആ സ്പോഞ്ച് ഉള്ള വെള്ളം മുഴുവൻ വലിച്ചെടുത്തിട്ടുണ്ടാകും. ഇതേപോലെയായിരിക്കണം ഇവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം. നിങ്ങൾ വലിച്ചെടുക്കുന്ന വ്യക്തികളായിരിക്കണം. ദൈവ സാന്നിധ്യം വലിച്ചെടുത്തുകൊണ്ട് നിങ്ങൾ എവിടെ കടന്നു ചെന്നാലും, ആ കല്ല് വേറെ എവിടെ ചെന്നാലും വേറെ ഒരു ഗുണവുമില്ല, ഒരു കല്ല് കല്ലായിട്ട് തന്നെ ഇരിക്കും. പക്ഷെ സ്പോഞ്ച്, ആ നനഞ്ഞ സ്പോഞ്ച് എവിടെ ചെന്നാലും അവിടെ വെള്ളം ഇറ്റിറ്റ് വീഴുന്നത് പോലെ നിങ്ങൾ എവിടെ ചെന്നാലും അവിടെ ദൈവ സാന്നിധ്യം ഇറ്റിറ്റ് വീഴണം. അതാണ് ദൈവത്തിന്റെ മക്കൾ. അവർ കടന്നു ചെല്ലുന്ന മേഖലകളിൽ, എല്ലാ മേഖലകളിലും സമാധാനം ഉണ്ടാകും. കർത്താവിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, ഇതാ കലക്കമുണ്ടാക്കുന്നവരല്ല ദൈവത്തിന്റെ മക്കൾ, സമാധാനം ഉണ്ടാക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന്റെ മക്കൾ സമാധാനത്തിന്റെ ഫാക്ടറിയാ, സമാധാനത്തിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നവരാ, വേറെ ഒന്നുമല്ല. കാരണം അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ് ആ സമാധാനം ഉണ്ടാക്കുന്ന, ഐശ്വര്യം ഉണ്ടാക്കുന്ന, നന്മകൾ ഉണ്ടാക്കുന്നത്. അവർക്ക് തർക്കിക്കാൻ ഒന്നുമില്ല, പകരം അവർക്ക് കാണിക്കാൻ ചിലതുണ്ട്. മറ്റൊന്നുമല്ല, അവരിൽ ജീവിക്കുന്ന ക്രിസ്തു. ക്രിസ്തുവിനെ കാണിക്കാൻ ചിലതുണ്ട്, മറ്റൊന്നുമല്ല, തന്നിൽ ജീവിക്കുന്ന തന്റെ പിതാവ്. ഇതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞ്, എന്നെ കാണുന്നവർ എന്റെ അപ്പനെ കാണുന്നു, എന്റെ അപ്പനെ എന്റെ ഉള്ളിൽ ജീവിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ മക്കൾ. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ഒരു തലത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരുവാൻ, യേശു ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് എല്ലാവരും എത്തിച്ചേരുവാൻ നമ്മുടെ സ്വർഗസ്ഥ പിതാവ് ആഗ്രഹിക്കുക. റോമ 8:29 ഇങ്ങനെയാ പറയുന്നത്, തന്റെ പുത്രനായ ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തിൽ അനുരൂപമാകുവാൻ, അതായത് ക്രിസ്തുവെ പോലെയാകാൻ എന്നെയും നിങ്ങളെയും മുൻ നിയമിച്ചിരിക്കുകയാ. ആ നിയമനത്തിലേക്ക് നമുക്ക് യാത്രയാകാം. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എന്നെ ഏൽപ്പിച്ച ആ അസൈൻമെന്റിലേക്ക് കടക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. എന്നെ ഏൽപ്പിച്ച അസൈൻമെന്റ് എന്ന് പറയുന്നത്, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള സ്വപ്നം എന്താണെന്ന് ജനത്തെ അറിയിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള സ്വപ്നം എന്താണെന്ന് അറിയിക്കണം. നിങ്ങൾക്കറിയാം, ധാരാളം മതങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലേ. ഈ മതങ്ങളൊക്കെ എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചുള്ള യാത്രയിൽ ഉണ്ടായതാണ്. ദൈവത്തെക്കുറിച്ച് മനുഷ്യന്റെ ഐഡിയകളാണ് മതങ്ങൾ. എന്നാൽ
മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചനയാണ് യേശുക്രിസ്തു പ്രസംഗിച്ച രാജത്വത്തിന്റെ സുവിശേഷം. ഹല്ലേലൂയ. മനുഷ്യനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ ഭാവിയാണ്. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഭാവിയാണ്. അപ്പോൾ വിശുദ്ധ വചനം വായിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു പോകുന്നത്. കാരണം എന്നെ ഏൽപ്പിച്ച ഞാൻ ക്രിസ്തുവിൽ ദൈവത്തിന്റെ ഒരു അവയവം മാത്രമായി നിൽക്കുകയാണ്. അപ്പൊ എന്നെ ഏൽപ്പിച്ച ചിന്തകൾ നിങ്ങളെ അറിയിക്കുക. മത്തായി 24:14 നാം ആദ്യം വായിക്കാൻ പോവുകയാണ്. അതോട് ചേർന്ന് വേറെ 2 വചനങ്ങൾ കൂടി വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്, കീ വാക്കുകളായിട്ട്. വായിച്ച മത്തായി 24:14. രാജത്വത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. പ്രിയ സഹോദരങ്ങളെ, രാജത്വത്തിന്റെ ഈ സുവിശേഷം യേശു കർത്താവിന്റെ വാക്കുകളാണ്. രാജത്വത്തിന്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തെല്ലായിടവും അറിയിക്കും. അതോടെ ഈ യുഗം അവസാനിക്കും. ലോകം അവസാനിക്കുന്നല്ല, ഈ യുഗം അവസാനിക്കും. യേശു ക്രിസ്തു ജെറുസലേം തലസ്ഥാനമായി ദൈവരാജ്യത്തിന്റെ ഗവൺമെന്റ് രൂപീകരിക്കും. യേശയ്യാ 9:6 ഇനിയും നിവർത്തിക്കപ്പെടാനുള്ള ഒരു പ്രവചനമാണ്, ആധിപത്യം അവന്റെ തോളിലിരിക്കും. ഗവൺമെന്റ് യേശു ക്രിസ്തുവിന്റെ തോളിലിരിക്കും, അത് നിവൃത്തിയാകും. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ രാജത്വത്തിന്റെ സുവിശേഷം എന്താണ് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോ ഇതോട് ചേർന്ന് മറ്റു 2 വാചകങ്ങളും കൂടെ ഇടം കൈയും വലം കൈയും പോലെ നമ്മൾ വായിക്കാൻ പോവുകയാണ്. അതിൽ ഒന്നാണ് വെളിപ്പാട് പുസ്തകം 11:15. എടുത്തു വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 11:15 വളരെ പ്രധാനപ്പെട്ടതാണ്, ഇനി നടക്കേണ്ട സംഭവമാണ്. 11:15. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. ശ്രദ്ധിക്കുക, രാജത്വത്തിന്റെ സുവിശേഷം എന്നാന്ന് ചോദിച്ചാൽ ഇറ്റ്സ് പ്യൂർലി സ്പിരിച്വൽ പൊളിറ്റിക്സ്. ശ്രദ്ധിച്ചു കേൾക്കുക, പ്യൂർലി സ്പിരിച്വൽ പൊളിറ്റിക്സ്. നിങ്ങൾക്ക് ധാരാളം ഫിസിക്കൽ പൊളിറ്റിക്സിനെ കുറിച്ച് അറിയാം അല്ലെ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ കഴിഞ്ഞേ ഉള്ളൂ. ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുകയാണ്. ഇതാ പഞ്ചായത്തിലേക്ക്, അതോടൊപ്പം തന്നെ പല പല കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയിലേക്കൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു. ത്രിതല പഞ്ചായത്ത് ഇല്ലേ? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അവിടെയൊക്കെ തെരഞ്ഞെടുത്തു. നമ്മൾ പലരെയും കാൻഡിഡേറ്റ്സ് ആയിട്ട് തെരഞ്ഞെടുത്തു. അവർ ജയിച്ചു. അവരാണ് ഇനി 5 വർഷം വാഴുന്നത്. എന്നാൽ യേശു കർത്താവിന്റെ സുവിശേഷം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്യൂർലി സ്പിരിച്വൽ പൊളിറ്റിക്സ്. ഈ പ്ലാനറ്റ് ഒരിക്കലും കേൾക്കരുതെന്ന് പിശാച് ആഗ്രഹിക്കുന്ന സന്ദേശമാണത്. വേറെ ഒന്നുമല്ല. ഇതിലൂടെ ഈ ലോകം വാഴുന്ന പൈശാചിക ശക്തിയുടെ ഭരണത്തെ എടുത്തു മാറ്റുകയും അത്യുന്നതനായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ ഗവൺമെന്റ് ഈ ഭൂമിയുടെ മുകളിൽ രൂപീകരിക്കുകയും ചെയ്യുകയാണ് ഇതിലൂടെ. ശ്രദ്ധിച്ചു കേൾക്കുക, എന്താണ് ഈ രാജ്യത്തെ സുവിശേഷം? അതിലെന്താണ് നടക്കുന്നത്? അതാണ് നമ്മളിപ്പോ വായിച്ചത്. വെളിപ്പാട് 11:15. എല്ലാ ദൈവദാസന്മാരും അണ്ടർലൈൻ ചെയ്യണം ഈ സംഭവം. 11:15 എഴുതിയിരിക്കുന്നു, ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ ലോകരാജ്യത്വം, പിശാചിന്റെ കയ്യിൽ ഇതുവരെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ലോകരാജ്യത്വം അവന്റെ കയ്യിൽ നഷ്ടപ്പെടും. അത് അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവിന്റെയും പിതാവിന് വേണ്ടി സകലതും വാഴുന്ന പുത്രനായ ക്രിസ്തുവിന്റെയും കരങ്ങളിലേക്ക് ലോകഭരണം കൈമാറ്റപ്പെടും. ഇത് രാജ്യത്തെ സുവിശേഷം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നുകൂടി വായിക്കുക ആ വചനം. കീ വാക്കുകളാണ് ഈ 3 സന്ദേശത്തിന്റെ കീ വാക്കുകളാണ്. വായിച്ച ഏഴാമത്തെ ദൂതൻ സൗണ്ട് ഇല്ലല്ലോ. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജത്വം, ലോകത്തിന്റെ ഭരണം നമ്മുടെ കർത്താവിനും, നമ്മളുടെ കർത്താവ് എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥ പിതാവ്. ശ്രദ്ധിക്കുക, സ്വർഗസ്ഥ പിതാവിനും
അവന്റെ ക്രിസ്തുവിനും, സ്വർഗസ്ഥ പിതാവിന്റെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുവിനും ആയി തീർന്നിരിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. ഏഴാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ, അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല, അത് സംഭവിക്കേണ്ടത് ആണ്. ഹല്ലേലൂയ. ഈ ഭൂമിക്ക് മുകളിലുള്ള ആത്മീക ഭരണം, സ്പിരിച്വൽ ഭരണം കൈമാറ്റം ചെയ്യാൻ പോകുന്നു. പഴയ ഭരണം തകരപ്പെടുകയും ദൈവത്തിന്റെ ഭരണം, ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. മറ്റൊന്നുമല്ല, ഉടമസ്ഥന്റെ കയ്യിലേക്ക് ഭരണം തിരികെ ലഭിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഉടമസ്ഥൻ ഭരണം ഏറ്റെടുക്കാൻ പോവുകയാണ്. എന്താണ് സന്ദേശം എന്ന് ചോദിച്ചാൽ, ഇന്ന് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ പലരും ചോദിക്കും, എന്തായിരുന്നു സന്ദേശം, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പറയണോ, സന്ദേശം ഇതാണ്: ഉടമസ്ഥൻ ഭരണം ഏറ്റെടുക്കാൻ വരുന്നു. ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ ഉടമസ്ഥൻ വരുന്നു. ഇതാണ് സന്ദേശം. ഇതാര് പറഞ്ഞു? ഞങ്ങൾ ആരും ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. ഒരു പാസ്റ്ററും പറഞ്ഞു കേട്ടിട്ടില്ല, ഒരു അച്ഛനും പറഞ്ഞു കേട്ടിട്ടില്ല, ഒരു മെത്രാനും പറഞ്ഞു കേട്ടിട്ടില്ല. എന്നാൽ ഒരു വ്യക്തി വന്ന് പറഞ്ഞു, പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇതാണ് യേശു കർത്താവ് പറഞ്ഞ സുവിശേഷം എന്ന്. യേശു കർത്താവ് ഇങ്ങനെയാ പറഞ്ഞ്, ഉടമസ്ഥൻ ഭരണം ഏറ്റെടുക്കാൻ വരുന്നു. ദൈവരാജ്യം ഭൂമിയെ സമീപിച്ചിരിക്കുന്നു. മനുഷ്യ, നീ മാനസാന്തരപ്പെട്ട് ഈ പറഞ്ഞ സദ്വാർത്തയിൽ വിശ്വസിക്കേ. ഇതാണ് രാജത്വത്തിന്റെ സുവിശേഷം. ഹല്ലേലൂയ. ഇതാണ് യേശു പറഞ്ഞ സുവിശേഷം. ശ്രദ്ധിച്ചു കേൾക്കുക. ഇതാണ് യേശു പറഞ്ഞ സുവിശേഷം. ഈ പ്ലാനറ്റിൽ ഇന്ന് കേൾക്കാൻ കഴിയാത്ത യേശു പറഞ്ഞ സുവിശേഷം. ഹല്ലേലൂയ. വ്യക്തതയോടെ മനസ്സിലാക്കുക. മർക്കോസ് 1:15. എന്നെ വിശ്വസിക്കരുത്, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിളിലെ വചനം വിശ്വസിക്കുക. യേശു ദൈവദാസനെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപക്ഷെ ജനത്തിന് മനസ്സിലാവുകയില്ല ഇത്. നിങ്ങൾ ഇത് ഏറ്റെടുത്തത് അങ്ങനെ തന്നെയോ എന്ന് വിശുദ്ധ ബൈബിൾ നോക്കി ഉറപ്പിച്ചിട്ട് അത് ജനത്തിന് കൊടുക്കണം. ഇതാണ് ഞാൻ എല്ലാ ദൈവദാസനോടും പറയുന്നത്. യേശു പ്രസംഗിച്ച സുവിശേഷം വായിക്കാം. മാർക്കോസ് 1:15. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു കർത്താവിന്റെ ആദ്യ പ്രസംഗം. കാലം തികഞ്ഞു. എന്തിനുള്ള കാലം? ദൈവത്തിന്റെ ഭരണം ഭൂമിയെ ഏറ്റെടുക്കുവാനുള്ള കാലം തികഞ്ഞു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഉടമസ്ഥൻ ഭരണം ഏറ്റെടുക്കുവാനുള്ള കാലം തികഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് എന്ത് വിശ്വസിക്കണം? എന്താണ് എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിച്ച് ജനം കേൾക്കാൻ വേണ്ടി. എന്ത് വിശ്വസിക്കണം? സുവിശേഷത്തിൽ വിശ്വസിക്കണം. സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഈ സുവിശേഷമാണ് മുങ്ങിപ്പോയ സുവിശേഷം. എന്ത് സുവിശേഷം? മുങ്ങിപ്പോയ സുവിശേഷം. യേശു പ്രസംഗിച്ച ഈ രാജ്യത്തെ സുവിശേഷമാണ് മുങ്ങിപ്പോയ സുവിശേഷം. ഈ സുവിശേഷത്തെ നിങ്ങൾ വിശ്വസിക്കണം. ശ്രദ്ധിച്ചു കേൾക്കുക. ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു തീർച്ചയായും എനിക്ക് സുവിശേഷമാണ് കേട്ടോ. പക്ഷെ ആ സമയം, ഇതൊക്കെ നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷമാണ്, പക്ഷെ ആ സമയത്ത് യേശു മരിച്ചിട്ടുമില്ല, ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല. ഇന്ന് നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം ഉണ്ടായിട്ടുമില്ല. ശ്രദ്ധിച്ചു കേൾക്കുക. യേശു മരിച്ചിട്ടുമില്ല, ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല. ഇന്ന് നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം ഉണ്ടായിട്ടുമില്ല. അതുണ്ടാകുന്നതിന് മുമ്പ് സുവിശേഷകന്മാരുടെ രാജാവായ ക്രിസ്തു സുവിശേഷം പ്രസംഗിച്ചു. ബൈബിൾ തെളിവ്. ഈ സുവിശേഷമാണ് ഈ പ്ലാനറ്റ് കേൾക്കാൻ ഏറ്റവും ഭയപ്പെടുന്നത്. പിശാച് കേൾക്കാൻ ഏറ്റവും ഭയപ്പെടുന്നത്. പിശാചിന്റെ ലോബികൾ കേൾക്കാൻ ഏറ്റവും ഭയപ്പെടുന്നത്. ആര് പ്രസംഗിച്ച സുവിശേഷം? യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം. എന്നാൽ ദൈവമക്കൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ യേശു പ്രസംഗിച്ച സുവിശേഷം മാറോടണച്ച് തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും മറ്റുള്ളവരോട് ഇത് അറിയിക്കുകയും വേണം. കാരണം ഞാൻ നിങ്ങളും വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലാലും ഉടമസ്ഥൻ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ വരുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യണോ? മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ഈ സുവിശേഷത്തിൽ, ഏത് സുവിശേഷത്തിൽ? ഉടമസ്ഥൻ ഇതാ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുവാൻ കടന്നു വരുന്നു. ആ കടന്നു വരുമ്പോ ആ ഉടമസ്ഥനെ നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബമായി അപ്പനും മക്കളുമായി ജീവിക്കുമെന്ന സന്ദേശം മാത്രമല്ല, ഇത് നമ്മൾ സംബന്ധിച്ചുള്ള അടുത്ത സന്ദേശം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ ഭരണം ഇനി പിശാചല്ല, പിശാചിന്റെ ലോബിയല്ല, ദൈവത്തിന്റെ മക്കൾ അത് ഏറ്റെടുത്ത് അപ്പന് വേണ്ടി ഭൂമിയെ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ വാഴണം. ഇതാണ് അടുത്ത സന്ദേശം.
ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 2-ാം അധ്യായം 44-ാം വാക്യത്തിൽ ലോക സാമ്രാട്ടായ നെബൂഖദ്നേസർ രാജാവ് കണ്ട ഒരു സ്വപ്നത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വായിക്കുന്നത് കീ വാക്യങ്ങൾ മാത്രം. അവിടെ പറയുന്ന ഒരു കാര്യം, ഈ രാജാക്കന്മാരുടെ കാലത്ത് അത്യുന്നതനായ ദൈവം ഒരു പുതിയ ഗവൺമെന്റ് സ്ഥാപിക്കും. അത്യുന്നതനായ ദൈവം ഒരു പുതിയ ഗവൺമെന്റ് സ്ഥാപിക്കും. അത് ഒരു രാഷ്ട്രത്തിനും മാറ്റപ്പെടുകയില്ല, എന്നേക്കും ഈ ഭൂമിയെ വാഴും. ആ ഗവൺമെന്റിൽ മോനെ നീയും ഉണ്ടാകണം. ഹല്ലേലൂയ. ആരായിട്ട്? രാജാക്കന്മാരായി, ഭരണാധിപന്മാരായി. ഇറ്റ്സ് എ സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ. ഇതാ യേശു പ്രസംഗിച്ച സുവിശേഷം. ഹല്ലേലൂയ. എന്നെ വിശ്വസിക്കുക, നിങ്ങളുടെ കയ്യിലെ ബൈബിൾ വിശ്വസിക്കുക. വായിച്ചേ ദാനിയേൽ 2:44. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. എന്നേക്കും നിലനിൽക്കുന്ന ഒരു ഗവൺമെന്റ്, ഒരു രാജ്യത്വം വരാൻ പോകുന്നു. ഈ രാജാക്കന്മാരുടെ കാലത്ത് അതേക്കുറിച്ച് മനസ്സിലാക്കാൻ ദൈവം അനുവദിക്കുന്നെങ്കിൽ, ഏത് രാജാക്കന്മാരുടെ കാലത്ത്? ഈ രാജാക്കന്മാരുടെ കാലത്ത് അത്യുന്നതനായ ദൈവം, അങ്ങനെ ഒരു ദൈവം ഉണ്ട് കേട്ടോ. അത്യുന്നതനായ ദൈവം എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യത്വം, ഒരു ഗവൺമെന്റ് സ്ഥാപിക്കും. ആ ഭരണം വേറെ ഒരു രാഷ്ട്രത്തിനും ഒരു വ്യക്തിക്കും കൈമാറ്റപ്പെടുകയില്ല. ഇതാണ് യേശയ്യാ 9:6 യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന നിവൃത്തീകരണമാണ്. അവിടെ എഴുതിയിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം, ഗവൺമെന്റ് അവന്റെ തോളിലിരിക്കും. ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. അവനായിരിക്കും വാഴാൻ പോകുന്നത്. അത്യുന്നതനായ ദൈവത്തിന്റെ ഗവൺമെന്റ് അലങ്കരിക്കുന്നത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആയിരിക്കും ഭൂമിയിൽ അലങ്കരിക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങൾ, നമ്മൾ 3 വാക്യങ്ങൾ വായിച്ചു. ഒന്ന്, യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം മത്തായി 24:14. രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സർവ്വ രാഷ്ട്രങ്ങൾക്ക് സാക്ഷ്യമായി ലോകത്തിൽ എല്ലാവരും അറിയിക്കപ്പെടും. അതോടെ യുഗം അവസാനിക്കും. അതിനുവേണ്ടിയാണ് കഴിഞ്ഞ 30-35 വർഷങ്ങളൊക്കെ ആയിട്ട് ദൈവം ടെക്നോളജി അങ്ങ് വർദ്ധിപ്പിച്ചേ. നിങ്ങൾ ചിന്തിക്കും, ഇതാ അവിടെ ആര് പ്രസംഗിക്കുന്നു, ഞങ്ങളൊന്നും കേട്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഇത് ലോകം മുഴുവൻ എത്തുന്നേ? ശ്രദ്ധിക്കുക, അനുസരിക്കാൻ തയ്യാറുള്ള കുറച്ചു പേര് മതി. ദൈവം ടെക്നോളജി അങ്ങ് വർദ്ധിപ്പിച്ചു. ഇതാ ആദ്യം റേഡിയോ ടെക്നോളജി, പിന്നെ TV ടെക്നോളജി, പിന്നെ കമ്പ്യൂട്ടർ ടെക്നോളജി, പിന്നെ ഓൺലൈൻ ടെക്നോളജി. ഇതാ ഇപ്പോ ടെക്നോളജി വർദ്ധിപ്പിച്ച് ഓൺലൈനിലൂടെ സർവ്വലോകവും ഇവിടെ പ്രസംഗിക്കുന്നത് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ ആരും വെല്ലുവിളിക്കണ്ട. ദൈവത്തിന്റെ പ്രവചനം ദൈവം നിവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ. ഒരു എസ്തേർ തക്ക സമയത്ത് കാലെടുത്ത് വെച്ച് ദൈവ പ്രവൃത്തികൾക്ക് മുന്നോട്ടേക്ക് വന്നില്ലെങ്കിൽ എസ്തേറും കുടുംബവും നശിച്ചു പോകുന്നു. മാത്രമല്ല, ആ ഭാഗത്തേക്ക്, ആ പ്രവചന നിവർത്തിക്ക് വേണ്ടി ദൈവം മറ്റൊരിടത്തുനിന്ന് മാർഗം ഒരുക്കിയിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ദൈവവചനത്തോട് ചേർന്ന് നിന്നാൽ നമുക്ക് നല്ലത്. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ പ്രവചനം ഇപ്പൊ നിവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതാ അത്യുന്നതനായ ദൈവത്തിന്റെ കോഴ്സ് ഇവിടെ നടക്കുന്നുണ്ട്. ആ കോഴ്സ് വേറെ ഒന്നിനുമല്ല, അത്യുന്നതനായ ദൈവത്തിന്റെ ക്രിസ്താനുരൂപന്മാരായ മക്കളെ സ്വർഗത്തിൽ ദൈവം ഒരുക്കുകയും അങ്ങനെ ക്രിസ്താനുരൂപന്മാരായി ഞാനും നിങ്ങൾ ജയം പ്രാപിച്ചാൽ നമ്മളുടെ കയ്യിലേക്ക് ഈ ലോകത്തിന്റെ ഭരണം യേശു കർത്താവിന്റെ നേതൃത്വത്തിൽ തരുവാനും പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുക, ഇതിൽ ഞങ്ങൾക്ക് എന്താണ് ഗുണം അല്ലേ? ശ്രദ്ധിക്കുക, ബൈബിൾ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. വെളിപ്പാട് 22:5 ബൈബിൾ ഇങ്ങനെ അവസാനിക്കുന്നു. നിങ്ങൾക്കറിയാം, ബൈബിളില് 66 പുസ്തകങ്ങളാണ് പ്രൊട്ടസ്റ്റന്റുകാരുടെ ബൈബിളിലുള്ളത്. എന്നാൽ കത്തോലിക്കക്കാരുടെ ബൈബിളിൽ +7 പുസ്തകം കൂടി കൂടുതലുണ്ട്. ഏതായാലും 2 ബൈബിളിലും അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. വെളിപ്പാട് പുസ്തകമാണ് അതിന്റെ അവസാനത്തെ പുസ്തകം. അതിന്റെ അവസാനം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ എന്നേക്കും രാജാക്കന്മാർ. ഹല്ലേലൂയ. അവർ എന്നേക്ക് രാജാക്കന്മാർ. വെളിപ്പാട് പുസ്തകം 22:5. മോനെ, ഈ കേൾക്കുന്നത് പറയുന്ന നിന്റെ ഭാവിയെ കുറിച്ചായി പറയണേ. നീ ഇന്നൊരു ഓട്ടോറിക്ഷക്കാരനായിരിക്കുക, നീ ഒരു തൂമ്പ പണിക്കാരനായിരിക്കുക, നീ ഒരു ക്ലർക്കായിരിക്കുക, ഒരു ടൈപ്പിസ്റ്റ് ആയിരിക്കുക, പണിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്ന വ്യക്തിയായിരിക്കുക. എന്നാൽ അത് നിനക്ക് ഈ ലോകം തന്ന ഭാവിയാ. എന്നാൽ കുറച്ചു ദിവസം നീ അതിൽ പണിയെടുത്ത് നിനക്ക് പണിയെടുക്കാൻ കഴിയാതെ നീ ഇവിടെ മരിച്ചു വീഴും. എന്നാൽ നിന്റെ അത്യുന്നതനായ അപ്പൻ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവി എന്ന് പറയുന്നത് നീ എന്നേക്കും രാജാവായി മാറും. വായിച്ചാട്ടെ,
വെളിപ്പാട് 22:5. ഇനി രാത്രി ഉണ്ടാകയില്ല. ആ കാലത്ത് ഈ പറഞ്ഞതുപോലെ രാത്രി എന്ന് പറയുന്ന സാധനം ഇല്ല കേട്ടോ. ഹല്ലേലൂയ. രാത്രി ഉണ്ടാവുകയില്ല. താഴേക്ക്. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. എന്റെ പ്രിയ മക്കളെ, നിങ്ങൾ ചിന്തിച്ചിട്ടെങ്കിലും ഉണ്ടോ നിങ്ങൾ എന്നേക്കും രാജാക്കന്മാരായിരിക്കുമെന്ന്? ഏതിൽ? രാജത്വത്തിന്റെ സുവിശേഷത്തിൽ. പക്ഷെ അത് കേട്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അത് കേൾക്കണ്ടേ? അത് കേട്ടിട്ടുണ്ടെങ്കിലല്ലേ ഉള്ളൂ. അതാരെങ്കിലും കേൾപ്പിച്ചാൽ ഉടനെ ദുരുപദേശം എന്ന് പറഞ്ഞ് അവരങ്ങ് കട്ട് ചെയ്യും. യേശുവിനെ കട്ട് ചെയ്തതുപോലെ, ശിഷ്യന്മാരെ കട്ട് ചെയ്തതുപോലെ കട്ട് ചെയ്ത് കളയും. പിശാചിന്റെ പേടി സ്വപ്നമായ രാജ്യത്വ സുവിശേഷം. കാരണം ഇത് വന്നാൽ തന്റെ ഭരണം പോവും. ഇത് വന്നാൽ തന്റെ ഭരണം പോവും. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ആരും കേൾക്കരുത്. ഇതിനെക്കുറിച്ച്, ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് ആരും അറിയരുത്. ഇതാണ് പിശാചിന്റെ പദ്ധതി. മോനെ, രാജ്യത്വ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിനോടുകൂടെ രാജാവാണ് നീ. രാജാവാണ് നീ. യേശു ക്രിസ്തുവിനോടുകൂടെ ഭരണം പങ്കിടേണ്ട വ്യക്തിയാണ് നീ. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ വചനത്തിൽ യേശു കർത്താവ് പറയുന്നത്. സഭയോട് പറയുകയാണ്, രക്ഷിക്കപ്പെട്ട കൂട്ടത്തോട് പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 3:21 ലവോദോക്കിയ സഭയോട് പറയാണ്, ഞാൻ ജയിച്ചതുപോലെ നീയും ജയിച്ചാൽ നിന്നെ ഞാൻ എന്റെ സിംഹാസനത്തിൽ ഇരുത്തും. സിംഹാസനത്തിലിരുത്തും. ഭരിക്കാൻ വേണ്ടി നിന്നെ ഞാൻ എന്റെ സിംഹാസനത്തിലിരുത്തും. വായിച്ചേ. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ. ഹല്ലേലൂയ. കേട്ടോ? കേട്ടില്ലെങ്കിൽ ഒന്നുകൂടി കേട്ടെ. ഓഫർ പഞ്ചായത്ത് മെമ്പറിന്റെ സീറ്റിൽ ഇരിക്കുന്നല്ല, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സീറ്റിൽ ഇരിക്കുന്നല്ല, MP-യുടെ സീറ്റിൽ MLA-യുടെ സീറ്റിൽ ഇരിക്കുന്നല്ല. അതൊക്കെ കസേരയേ ഉള്ളൂ. ഇത് കസേരയല്ല, സിംഹാസനോ. വായിച്ചു നോക്കിയേ. ഒന്നൊരു വായിച്ചാൽ കേക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ. മനസ്സിലായോ? ഞാൻ ജയിച്ചപ്പോ ഞാൻ എന്റെ പിതാവിനോടുകൂടെ എവിടെ ഇരുന്നേ? അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ നിങ്ങൾ ജയിച്ചാൽ, ആര്? സഭയിലുള്ള നിങ്ങൾ ജയിച്ചാൽ നിങ്ങളെ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുത്തും. താല്പര്യമുണ്ടോ മക്കളെ? താല്പര്യമുണ്ടോ? ഈ വചന സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യേശു നേരിട്ട് പറയണതാ ഇതൊക്കെ. യേശു സഭയോട് നേരിട്ട് പ്രസംഗിക്കുന്നതാണ്. ഹല്ലേലൂയ. ഒന്ന് കരം കൊടുത്ത് കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്തേ. ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. നമ്മളെ കുറിച്ചുള്ള ഭാവി കേട്ടോ. നമ്മളെക്കുറിച്ച് ലോകം ഒരുക്കുന്ന ഭാവി എന്ന് പറയുന്നത് ഏതാനും ദിവസം ഇതാ ഒരു ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇൻഷുറൻസുകാരെ പുച്ഛിക്കൊന്നുമില്ല കേട്ടോ. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അവർ പറയുന്ന ലൈഫ് ഇൻഷുറൻസ് ആണ്. എവിടെയെങ്കിലും ഒരു ലൈഫ് ഇൻഷുറൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാമോ? അന്വേഷിച്ച് അത് ക്ലോസും വായിച്ചു നോക്കുമ്പോൾ അവസാനം കാണണേ നീ മരിച്ചാൽ വല്ലോം തരാന്ന്. എന്നാൽ യഥാർത്ഥ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ലൈഫ് പോയാൽ ലൈഫ് തരുന്നതാ. ലൈഫ് പോയാൽ ലൈഫ് തരുന്നതാ. ഇതാണ് സ്വർഗസ്ഥ പിതാവിന്റെ യേശു ക്രിസ്തുവിലൂടെ ഇൻഷുറൻസ്. ഇതാണ് സ്വർഗത്തിലെ അപ്പൻ നമ്മളോട് പറയുന്നത്, നിനക്ക് ജീവനില്ല, ഞാൻ എന്റെ പുത്രനെ ജീവനുമായിട്ട് നിന്റെ അടുക്കൽ അയച്ചിട്ടുണ്ട്. പുത്രനുണ്ടോ നിനക്ക് ജീവനുണ്ട്, പുത്രനില്ലയോ നിനക്ക് ജീവനില്ല. ആ പുത്രനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ മരണത്തിൻ്റെതായ എല്ലാ ഭാഗങ്ങളും പിടിച്ച് അടക്കി നമ്മളെ കൊല്ലുന്ന തലത്തിൽ ഇത് ആ പുത്രനിലൂടെ നാം ജീവൻ പ്രാപിച്ച് നമ്മുടെ ഉൾത്തലത്തിൽ ജീവൻ വർദ്ധിച്ചു വരുവാനിടയാകും. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞ്, ഞങ്ങളുടെ പുറം മരണത്തിന്റെ കീഴിലാണെങ്കിലും അകം മരണത്തിന്റെ കീഴിലല്ല. ഞങ്ങളുടെ പുറത്തെ മനുഷ്യൻ നാക്കുനാൾ ചത്തുകൊണ്ടിരിക്കുക, മരിച്ചുകൊണ്ടിരിക്കുക, ദ്രവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവിന്റെ ജീവൻ ഞങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അകത്തെ മനുഷ്യൻ നാക്കുനാൾ ജീവനിൽ നിന്ന് ജീവനിലേക്ക് കയറുക. എന്റെ മക്കളെ, ഇതൊക്കെ ഒന്ന് തിരിച്ചറിയ. ഇവിടെ ഒരു മരണത്തിന്റെ സിസ്റ്റം പിശാച് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതിന്റെ ഉള്ളിൽ ദൈവരാജ്യത്വ സുവിശേഷത്തിൽ ദൈവം ജീവന്റെ ഒരു സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു വിത്തിന്റെ പുറവും അകവും പോലെ വിത്തിന്റെ പുറം മരണത്താൽ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവം വിത്തിന്റെ അകത്ത് ജീവൻ വെച്ചിട്ടുണ്ട്. ആ വിത്തൊന്ന് വീണ് തകർന്നാൽ ആ ജീവൻ അകത്തൊന്ന് പുറത്തേക്ക് വരൂ, ഒരു വൃക്ഷമായി പുറത്തേക്ക് വരൂ. അത് അനേക വൃക്ഷങ്ങൾ പോലെ അത് പടർന്നു പിടിക്കും. ഇതേപോലെയാണ് വീണ്ടും ജനിച്ച നീ. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. എന്നിട്ട് ലോക സിസ്റ്റത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്, ദൈവ സിസ്റ്റത്തിൽ ജീവിക്കണം. അടുത്ത രാജാവാ നീ മോനെ, അടുത്ത രാജാവാ. പഞ്ചായത്ത് മെമ്പർ അല്ല,
പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, MLA MP അവർക്ക് 5 വർഷം ഭരിച്ചിട്ട് ഇറങ്ങിക്കൊടുക്കണം. നിനക്ക് ഇറങ്ങണ്ടെന്നേ. നീ നിത്യം 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 യേശുവോട് കൂടെ ലോകം വാഴുന്ന രാജാവാ നീ. ഹല്ലേലൂയ. ഇതാ രാജ്യത്തെ സുവിശേഷം, പിശാച് ഭയപ്പെടുന്ന സുവിശേഷം. എനിക്കറിയാം നിങ്ങൾക്ക് വിശ്വാസമായിട്ടില്ല, അതുകൊണ്ടാണ് അനങ്ങാതിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ഇരിക്കുന്നതിന്റെ കാരണം ഈ പറഞ്ഞതൊന്നും ബൈബിളിലേ ഇല്ല എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുക. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് 2 പ്രൊഫഷനാണുള്ളത്. ഒന്നെന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മളെ രാജകീയ പുരോഹിത വർഗമായി ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാ. ക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നമുക്ക് ആകപ്പാടെ അറിയാവുന്ന പുരോഹിതന്റെ പാർട്ട് മാത്രമേ അറിയാവുള്ളൂ, രാജാവിന്റെ പാർട്ട് അറിയത്തില്ല. കാരണം ആ സുവിശേഷം മുക്കി. ഹല്ലേലൂയ. നിങ്ങൾ തിരിച്ചറിയണോ? ഇത് മനസ്സിലാക്കിയിട്ട് ദൈവത്തിന്റെ വചനം നിങ്ങളോട് പറയുന്ന സന്ദേശം എന്താണെന്നറിയാമോ? നിന്റെ വിളിയും അതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നീ ഉറപ്പാക്കണം. ദൈവദാസനെ, ദൈവദാസിയെ, ദൈവത്തിന്റെ മക്കളെ, ദൈവം നിന്നെ വിളിച്ചത് ഭൂമിയിൽ അവസാനിക്കാനല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാ നീ. ഭൂമിയിൽ ജീവിക്കുന്ന എന്നെയും നിങ്ങളെയും എല്ലാം സ്വർഗത്തിലെ ദൈവം ഇതാ സ്വർഗത്തിലേക്ക് വിളിച്ചിരിക്കുക, ഭരണതലത്തിലേക്ക് വിളിച്ചിരിക്കുക, ഉന്നത തലത്തിലേക്ക് വിളിച്ചിരിക്കുക. ഇനിയും ഭൂമിയിലെ സിസ്റ്റത്തിൽ കിടന്ന് ഉരുളാതെ ദൈവത്തിന്റെ സിസ്റ്റത്തിലേക്ക് മാറ്, സോഴ്സിലേക്ക് മാറ്. റിസോഴ്സിൽ കിടന്ന് ഉരുളാതെ സോഴ്സിലേക്ക് മാറ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 3:1 ദൈവത്തിന്റെ വചനം ഇതാ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. നിന്റെ ഭാവി ഇതാ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനിവിടെ ഇല്ലായിരുന്നു, അല്ലേ? 1925 എന്ന വർഷം നമ്മൾ നല്ലൊരു പങ്ക് ഇവിടെ ഇല്ല, അല്ലേ? ശരിയല്ലേ? ഹല്ലേലൂയ. 100 വയസ്സിന് മുകളിലുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ 1925 നമ്മൾ ആരും ഇവിടെ ഇല്ല. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് കേൾക്കാം. ഇതാ 2000 അല്ലെങ്കിൽ 2100 ഈ ഒരു വർഷം ഉണ്ടെങ്കിൽ നമ്മൾ ആരും ഇവിടെ ഇല്ല. എല്ലാവരും ഇവിടുന്ന് മരണം അടിച്ചു കളഞ്ഞു. ഒരമ്മ രാവിലെ വീഴുന്ന കരിയല്ല ചൂലെടുത്ത് അടിച്ചു കളയുന്നത് പോലെ മരണമെന്ന ചൂലുകൊണ്ട് പിശാച് നമ്മളെല്ലാവരും ഇവിടുന്ന് അടിച്ചു മാറ്റിക്കളയും. ഇതാണ് അവന്റെ സിസ്റ്റം. എന്നാൽ ദൈവത്തിന്റെ സിസ്റ്റം അങ്ങനെയല്ല. നമ്മളെ മരണത്തിന് അടിക്കാൻ വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. മരണത്തെ ജയിച്ച് നമ്മളെ തിരിച്ചു പിടിക്കും. അപ്പന്റെ മാറിലേക്ക് തിരിച്ചു പിടിക്കും. അതിനാ യേശുവെ നമുക്ക് നൽകിയത്. അപ്പനുമായി നമ്മളെ ഒന്നാക്കാൻ, അപ്പന്റെ മക്കളാക്കാൻ, അപ്പന്റെ മോതിരം ഊരി നമ്മുടെ കയ്യിലിട്ട് തരാൻ, അധികാരം കയ്യിൽ തരാൻ. ഇതാ ധൂർത്തപുത്രൻ തിരികെ വന്നപ്പോ അപ്പൻ ചെയ്ത ഒരു പ്രക്രിയ എന്നാന്നറിയാമോ? തന്റെ മോതിരം ഊരി അവന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. നീ ഇരക്കുന്നവനല്ല, നീ ഭരിക്കുന്നവൻ. ഹല്ലേലൂയ. മനസ്സിലായോ? പന്നിക്കുട്ടി കിടന്ന് ഇനി ഇരക്കണ്ട, ലോകത്ത് കിടന്ന് ഇരക്കണ്ട. ദൈവരാജ്യത്തിൽ അപ്പനോട് കൂടെ നിന്ന് ഭരിക്കാം. ഇതാ യേശു പറഞ്ഞ, എന്റെ മക്കളെ, നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്ന് മത്തായി സുവിശേഷം 6 പറയുന്നുണ്ട്. ഇതാ നിങ്ങളുടെ പിതാവിനറിയാം എന്തൊക്കെ, എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കുമെന്ന്. ഇതൊക്കെ നിങ്ങളുടെ പിതാവിന് അറിയാം. ഇതൊക്കെ ജാതികൾ അന്വേഷിക്കുന്നേ. നിങ്ങൾ നിങ്ങളുടെ മുമ്പേ അപ്പന്റെ രാജ്യത്വം അന്വേഷിക്കുക, അപ്പനോടുകൂടെ ജീവിക്കുന്ന അന്വേഷിക്കുക. അതോടുകൂടി ഇതെല്ലാം ചേർത്ത് നൽകപ്പെടും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ. ഞാനിതിൻ്റെ അനുഭവസ്ഥൻ. ഇത് ആരെങ്കിലും ദാരിദ്ര്യത്തിൻ്റെയും മറ്റ് കഥകളും പറഞ്ഞ് നടക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ, ഞാനും പണ്ട് അങ്ങനത്തെ ഒരാളായിരുന്നു. കൈനീട്ട് നടന്നൊരു വ്യക്തിയായിരുന്നു. അമ്മയുടെ താലിമാല പണയം വെച്ച ഒരു ദരിദ്ര വീട്ടിൽ ജനിച്ച എന്നെ പഠിക്കാൻ അയച്ചത്. മഴ പെയ്ത വെള്ളം കയറുന്ന ഒരു വീട്, പട്ടിക ദ്രവിച്ച ഒരു വീട്, ആ വീട്ടിൽ നിന്ന് എന്നെ പഠിക്കാൻ അയച്ച്. എന്നാൽ ഇതാ മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരു സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ ട്യൂഷൻ പഠിക്കാൻ പോയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ക്രിസ്തുവെ അനുസരിക്കാത്തതെന്ന്. സത്യമാട്ടോ. ഹല്ലേലൂയ. മറ്റൊരു ജാതിക്കാരൻ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ക്രിസ്തുവെ അനുസരിക്കാത്തത്. ഞാൻ അനുസരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ വരാന്തയിലെ ട്യൂഷൻ അകത്തുനിന്ന് ബൈബിൾ എടുത്തുകൊണ്ടെന്ന് പറഞ്ഞ് ചില ഭാഗങ്ങൾ വായിക്കാൻ പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായ ക്രിസ്ത്യാനികൾ എന്ന് പേര് മാത്രമേ ഉള്ളൂ, ക്രിസ്തു പറഞ്ഞത് അനുസരിക്കാറില്ലെന്ന്. തുടർന്ന് വിശുദ്ധ ബൈബിളിലൂടെ ക്രിസ്തു പറഞ്ഞ സന്ദേശം തിരിച്ചറിയുകയും അതിൽ നിന്ന് എൻറോൾ ചെയ്യാനായിട്ട് ഇടയായപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ക്രിസ്തു പറഞ്ഞ സന്ദേശം ക്രിസ്തീയ ഗോളത്തിലില്ല. തിരിച്ചറിയാനിടയായ സംഭവം ഇതാണ് രാജത്വത്തിന്റെ സുവിശേഷം. ഈ സുവിശേഷത്തിൽ നീ ബെഗറല്ല, നീ കൈനീട്ടുന്നവനല്ല, നീ രാജാവാ. നീ ദൈവത്തിന്റെ മകനാ, നീ രാജാവാ.
ഈ ഒരു തിരിച്ചറിവ് നിനക്കുണ്ടാകണം. ഇതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ അവസാനിക്കുന്നത്, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. അടുത്ത അധ്യായം പറയുന്നു, അവർ എന്തെന്നേക്കും രാജാക്കന്മാർ. ഈ ഒരു സത്യം തിരിച്ചറിയുമ്പോൾ സത്യം നിന്നെ സ്വതന്ത്രമാക്കണം. എന്റെ മക്കളെ, സത്യം തിരിച്ചറിയുമ്പോൾ സത്യം നിന്നെ സ്വതന്ത്രമാക്കണം. ഹല്ലേലൂയ. അതായത് ഒരു ജാതിയ കൂട്ടായ്മയല്ല. യേശു ക്രിസ്തു ഇവിടെ വന്നത് ഒരു ജാതി ഉണ്ടാക്കാനല്ല. ഇവിടെ ജാതികളുടെ എണ്ണം കുറവാണ്, അതുകൊണ്ട് ഞാൻ പുതിയൊരു ജാതി ഉണ്ടാക്കും. നോ 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 നോ, ബൈബിൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. യേശു ക്രിസ്തു ഇവിടെ വന്നത് ഒരു മാർഗം പറഞ്ഞു തരാനാ. ഏത് മാർഗം എന്നറിയാമോ? നിന്നെയും എന്നെയും ഉണ്ടാക്കിയ ഇതാ ഒരു അപ്പൻ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ആ അപ്പൻ നിന്നെ സ്നേഹിക്കുന്നു. ആ അപ്പന്റെ അടുക്കലേക്ക് നിന്നെ വിളിച്ചുകൊണ്ട് പോകാനായി എന്നെ അയച്ചത്. നിന്റെ എല്ലാ കുടുക്കയിൽ നിന്ന് നിന്നെ അഴിച്ചു മാറ്റി നിന്നെയും കൊണ്ട് എനിക്ക് അപ്പന്റെ അടുക്കൽ പോണോ? ഹല്ലേലൂയ. ഈ സന്ദേശം കേട്ടിട്ടുണ്ടോ? എന്തിനാ കാൽവരി ക്രൂശിൽ മരിച്ചത്? വിശുദ്ധ ബൈബിൾ എന്നാ പറയണെന്നറിയാമോ? ശ്രദ്ധിച്ച് കേൾക്കുക, എന്നെ വിശ്വസിക്കരുത്. സാധാരണ ഒരു ദൈവദാസനും അങ്ങനെ പറയാറില്ല അല്ലേ? എല്ലാവരും പറഞ്ഞ എന്നെ വിശ്വസിക്കാനല്ലേ. ഞാൻ പറഞ്ഞ എന്നെ വിശ്വസിക്കരുത്, നിങ്ങളുടെ കയ്യിലെ ബൈബിൾ വിശ്വസിക്കണം. എന്നിട്ട് അതില് വെളിപ്പാട് പുസ്തകം അതിന്റെ 5-ാം അധ്യായം 9-ഉം 10-ഉം വാക്യത്തിൽ പറയുന്നു, യേശു എന്തിനാണ് തൻ്റെ രക്തം കൊടുത്ത്, കാൽവരി ക്രൂശിലെ യാഗത്തിലെ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്? വളരെ വ്യക്തമായി പറയുന്നു, തൻ്റെ അപ്പന് വേണ്ടിയാണ്, തൻ്റെ അപ്പന് വേണ്ടിയാണെന്ന്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. കേട്ടോ, ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പരിചയം ഇല്ല എങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ പോവാണ്, അപ്പോൾ അടുത്ത വീട്ടിലെ സരസ്വതിയുടെ ഒരു ഫോണ്, മേരി ചേച്ചി എവിടെയാ മാർക്കറ്റിൽ, ഒരു ഉപകാരം ചെയ്യോ? എന്താ? അതെ, എനിക്ക് വീട്ടിൽ അപ്പനും അമ്മയൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങ് പോരാൻ പറ്റത്തില്ല, എനിക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു ഇന്ന സാധനം വാങ്ങിച്ചോണ്ട് വരുമോ? ഉടനെ നിങ്ങൾ ആ മേരി ചേച്ചി നിങ്ങൾ ആ സഹോദരിക്ക് വേണ്ടി നിങ്ങൾ ആ സാധനം വിലയ്ക്ക് വാങ്ങി കൊണ്ടു കൊടുക്കും അല്ലേ? നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇവിടെ യേശു ക്രിസ്തു പറയാണ്, ഇതാ തൻ്റെ രക്തം കൊണ്ട്, റുപ്പിയും ദിനാറും ദിർഹവും ഡോളറും കൊണ്ടല്ല, തൻ്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും വംശത്തിലും ഭാഷയിൽ നിന്നുള്ളവരെ ആർക്കായി വിലയ്ക്ക് വാങ്ങി? ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. മനസ്സിലായോ? ആര്? ഈ പ്രസംഗിക്കുന്ന എന്നെയും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും. ഹല്ലേലൂയ. മനസ്സിലാക്കിക്കോ പ്രിയ മോനെ മോളെ, നീ യേശുവിനെ അക്സെപ്റ്റ് ചെയ്താലും അക്സെപ്റ്റ് ചെയ്തില്ലേലും യേശു നിന്നെ ഓൾറെഡി വാങ്ങിക്കഴിഞ്ഞു, തൻ്റെ രക്തം കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഈ ശബ്ദ കാഴ്ചപരിധിയിൽ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയ മകനെ, പ്രിയ മകള്, നിന്റെ ഭാവി സുരക്ഷിതമാക്കുക. നിനക്ക് ആ ജീവൻ കടന്നു വരുവാനായിട്ട് ആ യേശുവിനെ നിന്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിപ്പാൻ ഹൃദയം കൊണ്ട് ഈ സമയം യേശുവേ, ഞങ്ങൾ ദൈവത്തിന്റെ പുത്രനാണെന്ന്, മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ രാജാവായി, എൻ്റെ കർത്താവായി കടന്നു വരണമേ. നിത്യസ്വർഗത്തിലേക്ക് എന്നെ വഴി നടത്തണമേ. ഇന്നു മുതൽ ഞാൻ അങ്ങ് അനുസരിച്ചും അനുഗമിച്ചും ജീവിച്ചു കൊള്ളാമെന്ന് ഒരു തീരുമാനമെടുക്കുന്നുവെങ്കിൽ പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഒരു അമ്പലത്തിലോ ഒരു പള്ളിയിലോ ഒരു മേഖലയിലോ ഇതാ നേർച്ചയും കഴിക്കേണ്ട, ഒന്നും കഴിക്കേണ്ട. സൗജന്യമായി സ്വർഗത്തിലെ ദൈവം നിന്നെയും എന്നെയും വിടുവിക്കുവാനുള്ള പദ്ധതി ചെയ്തു കഴിഞ്ഞു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുക. എന്റെയും നിങ്ങളുടെ ഒരു പ്രവർത്തി നിമിത്തമല്ല, ദൈവ സ്നേഹം നിമിത്തമാ ദൈവം നമ്മളെ രക്ഷിച്ചത്. അതിനുവേണ്ടി ഞാനും നിങ്ങളും ഒന്നും ചെയ്യേണ്ട. തന്റെ പുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. തന്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി കഴിഞ്ഞു. വാങ്ങാൻ പോവുകയല്ല, വാങ്ങി കഴിഞ്ഞു. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇനി അവസാനം എന്ത് ചെയ്യണം? വിലയ്ക്ക് വാങ്ങിയ നമ്മൾ, നിങ്ങൾക്കൊരു സാധനം വിലയ്ക്ക് വാങ്ങിയാൽ അത് പോക്കറ്റിലിട്ടുകൊണ്ട് പോകാം. പക്ഷെ നമ്മളെ വിലയ്ക്ക് വാങ്ങി നമ്മളെ പോക്കറ്റിലിട്ട് പോകാൻ പറ്റുമോ? കാരണം ദൈവം നമുക്ക് തന്നൊരു പ്രത്യേക പവറാണ് ഡിസിഷൻ പവർ, തീരുമാനമെടുക്കുവാനുള്ള പവർ. ഇവിടെയാണ് വീണ്ടും ജനനത്തിന്റെ പ്രസക്തി. മനസ്സിലായോ? ഈ ക്രിസ്തു മരിച്ചത്, യേശുവായി ഭൂമിയിൽ കടന്നു വന്ന് മരിച്ചത് എന്റെയും നിങ്ങളുടെ പാപത്തിന് വേണ്ടിയാണെന്നുള്ള സത്യം നാം തിരിച്ചറിയുമ്പോൾ, അത് നാം സ്വീകരിച്ചാൽ നമ്മളെ പോക്കറ്റിലിട്ടു, ക്രിസ്തു തന്നിലെടുത്തു, നാം ക്രിസ്തുവിലുള്ളവരായി. ഹല്ലേലൂയ. നമ്മളുടെ അംഗീകാരം അവിടെ ആവശ്യമാണ്. നമ്മളുടെ അംഗീകാരം ഇതാ, അങ്ങനെ നമ്മൾ ക്രിസ്തുവിലുള്ളവരായി. ഇനി അടുത്ത പ്രോസസ് എന്നാന്നറിയാമോ? ആർക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങിയേ?
ആർക്കു വേണ്ടി വിലയ്ക്ക് വാങ്ങിയേ? ആ വചനം ഓർക്കുന്നുണ്ടോ? ഒന്നൊരു വായിച്ച്. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുമുള്ളവരെ ദൈവത്തിനായി വിലക്ക് വാങ്ങി. ആർക്കു വേണ്ടി വിലയ്ക്ക് വാങ്ങി? ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പൊ ആർക്കൊണ്ട് കൊടുക്കണോ? ഇനി ആർക്കൊണ്ട് കൊടുക്കണോ? ദൈവത്തിനോട് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിനോട് കൊടുക്കണം. അപ്പൊ ദൈവത്തിനോട് കൊടുക്കുമ്പോ ഈ പൊട്ടിയതിനെയും ചളങ്ങിയതിനും കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? സ്വർഗത്തെ വീണ്ടും നരകമാക്കുന്നതിനെ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഇവരെന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. മനസ്സിലായോ? ഇതാ ബൈബിൾ പറയുന്നത്. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ഹല്ലേലൂയ. ശുദ്ധീകരണം. ഇതിൽ പിശാചൊട്ട് സമ്മതിക്കത്തും ഇല്ല. ഇതറിയാൻ, നമ്മൾ അറിയാൻ എങ്ങനെയാണ് അതിന്റെ പ്രോസസ് എന്നോ ഇത് നമ്മൾ അറിയാൻ പിശാചൊട്ട് സമ്മതിക്കത്തോ ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ശുദ്ധീകരണം നടക്കുന്നത് വളരെ വിരളമാണ്. മനുഷ്യൻ അഭിനയിക്കുകയാണ് ഞാനൊരു നല്ലവനാണെന്ന്. വെള്ള ഷർട്ടും വെള്ള ചുരിദാറും ഒക്കെ ഇട്ട് ഞാൻ നല്ലവനാണെന്ന് അഭിനയിക്കുക. ശുദ്ധീകരണം നടക്കുന്നില്ല. ഹല്ലേലൂയ. അവരെ തന്നെ അവർ ഡിസിപ്ലിൻ ചെയ്യുക. ശുദ്ധീകരണം നടക്കുന്നില്ല. ശുദ്ധീകരണം നടക്കുന്ന ഒരു ആത്മാവിന്റെ ശുദ്ധീകരണമാണ്. ആത്മാവിന്റെ ശുദ്ധീകരണം നടന്നാൽ പിന്നെ അഭിനയിക്കുക പോലും വേണ്ട. ഓട്ടോമാറ്റിക് ക്രിസ്തു നമ്മളുടെ അങ്ങ് വെളിപ്പെടും. ഹല്ലേലൂയ. പക്ഷെ അത് ജനങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇനി ഇതുങ്ങളെ ശുദ്ധീകരിച്ചെടുത്തിട്ട് ഇവരെ റെഡിയാക്കണമെങ്കിൽ പിശാചിനെ തോൽപ്പിക്കണം. ആര്? ഈ ശുദ്ധീകരിക്കപ്പെടുന്ന വ്യക്തികൾ പിശാചിനെ തോൽപ്പിക്കണം. അങ്ങനെ ഇവർ പിശാചിനെ തോൽപ്പിച്ച് സ്വന്തം രാജ്യക്കാരായി ജനം ദൈവരാജ്യക്കാരായി മാറും. ഹല്ലേലൂയ. സ്വന്തം രാജ്യക്കാരായ ജനം ദൈവരാജ്യക്കാരായി മാറും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസം എങ്കിലും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾ ധ്യാനിച്ചോ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ നമ്മളോട് പറയത്തില്ലേ, അതെ എൻ്റെ ഇഷ്ടമോ, ഞാൻ അങ്ങനെ ചെയ്തു. ആരാ ചോദിക്കാൻ? അതാണ് സ്വന്തം രാജ്യക്കാരൻ. മനസ്സിലായ? ഹല്ലേലൂയ. അതാണ് ഒരാൾ, നിങ്ങളുടെ പേര് റാണി എന്നാണെങ്കിൽ നിങ്ങൾ റാണി രാജ്യക്കാരി, തോമസ് ആണെങ്കിൽ തോമസ് രാജ്യക്കാരൻ. ഹല്ലേലൂയ. ഇന്ത്യ ഇന്ത്യയുടെ ഇഷ്ടങ്ങളൊക്കെ ചെയ്യുന്നു, അത് ഇന്ത്യ രാജ്യം. പാകിസ്ഥാന്റെ ഇഷ്ടങ്ങളൊക്കെ ചെയ്യുന്നു, അത് പാകിസ്ഥാൻ രാജ്യം. യുഎസ്എയുടെ ഇഷ്ടങ്ങളൊക്കെ ചെയ്യുന്നു, അത് യുഎസ്എ രാജ്യം. ദൈവം തന്റെ ഇഷ്ടങ്ങളൊക്കെ ചെയ്യുന്നു, അത് ദൈവരാജ്യം. മനസ്സിലായോ? അപ്പൊ മനുഷ്യരാജ്യമായ, റാണി രാജ്യമായ, മിനി രാജ്യമായ, തൊമ്മൻ രാജ്യമായ നമ്മളെ ആയുധം വെച്ച് കീഴടക്കിച്ചിട്ട് നമ്മൾ ഓരോരുത്തരെയും ദൈവരാജ്യമാക്കും. അവസാനം നമ്മൾ പറയും എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിവില്ല. ഇത്രയും നാളെ എല്ലാം സ്വയമേ ചെയ്യുന്നവരായിരുന്നു സ്വന്തം രാജ്യക്കാരൻ. ഹല്ലേലൂയ. അവസാനം യേശു പറയുന്നത് പോലെ പറയും എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയില്ല, എന്റെ പിതാവ് എന്ത് ചെയ്യുന്നു അതാണ് ഞാൻ ചെയ്യുന്നത്. ഹല്ലേലൂയ. താൻ ഒരു ബോഡിയാകും, തലയായിരുന്ന താൻ ഒരു ബോഡിയായി മാറും. നമ്മളുടെ തല ക്രിസ്തുവാണ്. അതുകൊണ്ട് നമ്മൾക്ക് ക്രിസ്തുവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ക്രിസ്തുവിന് സ്വർഗസ്ഥ പിതാവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കയറി നമ്മളെ ദൈവരാജ്യമാക്കി പിതാവിന്റെ കയ്യിൽ തിരിച്ചു കൊടുക്കും. അതാണ് ഏറ്റവും അവസാനം. ഇതാണ് വെളിപ്പാട് 15:24 പറയുന്നത്. വിലയ്ക്ക് വാങ്ങിയ നമ്മളെ ആർക്കൊണ്ട് കൊടുക്കണം? അപ്പനോട് കൊടുക്കണ്ടേ? ഹല്ലേലൂയ. നമ്മളെ സ്വന്തം രാജ്യക്കാരായ നമ്മളെ, മനുഷ്യരാജ്യക്കാരായ നമ്മളെ യേശുക്രിസ്തു തന്റെ ആത്മാവിന്റെ ശുദ്ധീകരണത്തിലൂടെ ദൈവരാജ്യക്കാരാക്കി നമ്മളെ അവസാനം അപ്പന്റെ കയ്യിൽ ഏൽപ്പിക്കും. അതോടെ തന്റെ ഡ്യൂട്ടി ഫിനിഷ്. ഹല്ലേലൂയ. അതുവരെയും സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു വിശുദ്ധ ബൈബിൾ പറയുക. ഹല്ലേലൂയ. 15:24 ഫസ്റ്റ് കൊരിന്ത്യർ 15:24. എന്നെ വിശ്വസിക്കരുത്, നിങ്ങളുടെ കയ്യിലെ ബൈബിൾ വിശ്വസിച്ചോളണം. പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. കേട്ടോ? ഹല്ലേലൂയ. ഒന്നുകൂടി വായിച്ചേ. പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. ഇതാ ഇവിടെ ദൈവത്തിന്റെ വചനം പറയാ. അവസാനം എന്ത് സംഭവിക്കും? എല്ലാ അധികാരത്തിനും കർത്തൃത്വത്തിനും എല്ലാം നീക്കം വരുത്തിയിട്ട് ഈ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയിൽ പീസ് ഓഫ് ലാൻഡാ. ഇത് പീസ് ഓഫ് ലാൻഡ് അല്ല, ദൈവരാജ്യം. നമ്മൾ ഓരോരുത്തരും ആ ദൈവരാജ്യം നമ്മളെ പിതാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ? ഇതാ ആ അപ്പന്റെ അടുക്കലേക്ക് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളും ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമായി നമ്മൾ നിത്യം ആ സ്വർഗീയ കുടുംബത്തിൽ പുതിയ യെരൂശലേമിൽ നിത്യം വസിക്കുവാനായിട്ട് ഇടയാകും. മാത്രമല്ല അത് നമ്മളുടെ വീടാ, നമ്മുടെ ഭരണം ഭൂമിയായിരിക്കും. ഹല്ലേലൂയ. സ്വർഗം നമ്മളുടെ ഭവനവും ഭൂമിയെ നമ്മളുടെ ഭരണവുമാക്കി തരും. ഇതാ ദൈവത്തിന്റെ സ്വപ്നം. മർത്യനാം എന്നെ അമർത്യനാക്കി, ക്ഷണികനാം എന്നെ നിത്യനാക്കി,
സ്വർഗമെന്റെ ഭവനമാക്കി ഭൂമി എന്റെ ഭരണമാക്കി മർത്യനാമെന്നെ അമർത്യനാക്കി ക്ഷണികനാമെന്നെ നിത്യനാക്കി സ്വർഗമെന്റെ ഭവനമാക്കി ഭൂമി എന്റെ ഭരണമാക്കി. ആര്? ഓമനിക്കും നമ്മയേക്കാൾ ഓമനിക്കും ദൈവമേ, എൻ ദൈവമേ നിൻ സാന്നിധ്യം സ്വാന്തനം ജീവയാത്രയിൽ, സ്വാന്തനം ജീവയാത്രയിൽ. അപ്പൻ്റെ സ്വപ്നമാണ് നിങ്ങൾ കേട്ടത് കേട്ടോ. ഇന്ന് രാവിലെ മുളച്ച് വൈകിട്ട് വാടിപ്പോകുന്ന പുൽക്കൊടി പോലെ ഇരിക്കുന്ന നമ്മളെ, മരണമുള്ള മർത്യനായ നമ്മളെ നിത്യം ജീവിക്കുന്നവരാക്കി, സ്വർഗം നമ്മുടെ വീടാക്കി, ഭൂമിയെ നമ്മുടെ ഭരണമാക്കി മാറ്റുന്ന ആ രാജ്യത്തെ സുവിശേഷം. ഹല്ലേലൂയ. എൻ്റെ പ്രിയ മക്കളെ, നിങ്ങളുടെ ബൈബിളിലെ 4 സുവിശേഷങ്ങൾ, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 4 സുവിശേഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സന്ദേശം ഇന്നും നിങ്ങൾ കാണാതെ പിശാച് മറയ്ക്കുകയാ. ഇതാണ് 2 Corinthians 4:4 പറയുന്നത്. യേശുക്രിസ്തു പ്രസംഗിച്ച ഈ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം മനുഷ്യരാരും അറിയാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം പിശാച് മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കി. അത് നിങ്ങൾ എത്ര വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. കാരണം കുരുടന്മാരായി കിടക്കുകയാ. വായിച്ച 2 Corinthians 4:4. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം. ഇതാണ് ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം, രാജത്വ സുവിശേഷം. ഇത് മനുഷ്യരെ അറിയാതിരിപ്പാൻ, ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം. ഈ ലോകത്തിന്റെ ദൈവം ആരാ? അറിയാമോ? അറിയാമോ? അറിയാമെന്ന് പറഞ്ഞേ. സാത്താൻ. ദൈവത്തിന്റെ വചനം പറയുന്നു സർവ്വലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു, പിശാചിന്റെ കീഴിൽ കിടക്കുന്നു. ഈ ലോകത്തിന്റെ ദൈവം സാത്താൻ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി, മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കി അവരെ അവിശ്വാസികളാക്കി നിർത്തിയിരിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ തിരിച്ചറിയണം, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് തീർച്ചയായും നമുക്ക് സുവിശേഷം. അതിലൂടെ അല്ലാതെ ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കത്തില്ല. പക്ഷെ യേശു 3.5 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷം എവിടെ? ഇതാണ് ദൈവമക്കളോട്, പാസ്റ്റർമാരോട്, ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പൽമാരോട്, ഈ വചനം പഠിപ്പിക്കുന്ന ഏവരോട് ചോദിക്കുന്ന ആ സുവിശേഷം എവിടെ? Where is the message of Jesus Christ? Where is the message of God Almighty that He preached through His Son Jesus Christ? Where is it? ഇത് എവിടെയാ? ഇതല്ലേ പിതാവ് നമ്മളെ ഏൽപ്പിക്കാൻ പറഞ്ഞ സന്ദേശം. ഈ സന്ദേശം നിങ്ങൾ കേൾക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. അതാണ് മത്തായി 24:14. ഇത് ഈ അടൂർ കേട്ടില്ല എന്ന് പറയരുത്. രാജത്വത്തിന്റെ ഈ സുവിശേഷം, യേശു പ്രസംഗിച്ച ഈ സന്ദേശം സകല രാഷ്ട്രങ്ങൾക്ക് സാക്ഷ്യമായി ലോകത്തെല്ലാവരും അറിയിക്കുമ്പോൾ ഈ അടൂർ പട്ടണത്തില് ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഭാവി. ഹല്ലേലൂയ. തിരിച്ചറിയത് യേശു കാൽവരിയിൽ മരിച്ചത് എന്തിനു വേണ്ടിയാ? ഇതിലേക്ക് നമ്മളെ എത്തിക്കാനാ, അത്യുന്നതനോടുകൂടെ ജീവിക്കാൻ നമ്മൾ ഒരുക്കാനാ. എന്താണ് സുവിശേഷം? യേശു പ്രസംഗിച്ചത് ദൈവത്തോടു കൂടെയുള്ള വാസമാണ് സുവിശേഷം. ധൂർത്തപുത്രൻ മടങ്ങി വന്ന് അപ്പനോടുകൂടെ ജീവിക്കുന്ന ജീവിതമുണ്ടല്ലോ, അതാണ് സുവിശേഷം. ആര് പ്രസംഗിച്ചത്? യേശു പ്രസംഗിച്ചത്. ആ സുവിശേഷത്തിലേക്കുള്ള ഏക വഴിയാണ് 3.5 വർഷം അത് പ്രസംഗിച്ച ശേഷം യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി, കാരണം പാപമുള്ള നമുക്ക് പിതാവോടുകൂടി ജീവിക്കാൻ പറ്റില്ല, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി ക്രൂശിൽ യാഗമായിട്ട് ജീവനുള്ള പുതിയ വഴി തുറന്നു. ഒരു ഹൈവേ, സ്പിരിച്വൽ ഹൈവേ ഫ്രം ദ വേൾഡ് ടു ദ ഹെവൻ. എന്നിട്ട് 25 പ്രാവശ്യത്തിലധികം നമ്മളോട് ബൈബിളിൽ പറഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിക്കേ. എങ്ങോട്ട്? ലക്ഷ്യത്തിലേക്ക്. വഴിയും സത്യവും ജീവന് ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ശ്രദ്ധിച്ചു കേൾക്കണേ എന്റെ പൊന്നുമക്കളെ, നമ്മൾ എവിടെ എത്തണ്ടേന്ന് അറിയാമോ? ചർച്ചിലല്ല എത്തണ്ടേ, ചർച്ചിലല്ല എത്തേണ്ടേ. ചർച്ച് അങ്ങോട്ടേക്ക് പോണേന്റെ വഴി ഇടയിലുള്ള ഇടത്താവളാ. ഹല്ലേലൂയ. എന്തിനാ? ഒരുക്കപ്പെടാൻ. ചർച്ചിലല്ല രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തോ.
സഭയിലല്ല അവസാനിക്കേണ്ടേ, സഭയിൽ നിന്ന് ദൈവരാജ്യത്തിൽ അവകാശമാക്കണം. ഹല്ലേലൂയ. ഇത് വ്യക്തതയോടെ ദൈവമക്കള് തിരിച്ചറിയണം, അല്ല എങ്കിൽ ലക്ഷ്യത്തിലെത്തത്തില്ല. യോഹന്നാൻ 14:16 ഒന്ന് വായിച്ചേ. 14:6. 14:6 വായിച്ചു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പൊ നമ്മൾ അവസാനം എവിടെ എത്തേണ്ടത് ദൈവമക്കളെ? പിതാവിന്റെ അടുക്കലെ എത്തണ്ടേ. അതാണ് നമ്മുടെ ലക്ഷ്യം. മനസ്സിലായോ? ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയാണ് മറ്റുള്ള എല്ലാ പ്രവൃത്തികളും. ആ പിതാവിന്റെ അടുക്കൽ എത്താൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, വേറെ ഒരു വഴിയില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരക്ഷയ്ക്കായി പിതാവ് നൽകിയ ഒരേ ഒരു നാമമാണ് തൻ്റെ പുത്രനായ ക്രിസ്തുവിന്റെ നാമം. എന്തിനാണ്? ലക്ഷ്യത്തിലെത്താൻ. നമ്മൾ പിതാവോടുകൂടി ജീവിക്കുന്നതാണ് ആ ലക്ഷ്യം. അതാണ് സുവിശേഷം, യേശു പ്രസംഗിച്ച സുവിശേഷം. നിങ്ങൾക്കൊരു വചനം തരട്ടെ. ചിലർക്ക് പലർക്കും ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. കാരണം അപ്പൊ യേശുവിന്റെ കാൽവരി കുരിശിലെ യാഗത്തിൽ മാത്രം അത് മാത്രമല്ലേ ഉള്ളൂ സുവിശേഷം എന്ന് ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. ഇതാ നിങ്ങൾക്കൊരു വചനം തരാം. അതതിൻ്റെ മാർഗമാണ്, അതതിൻ്റെ വഴിയാ, ലക്ഷ്യമല്ല. ഹല്ലേലൂയ. വായിച്ചേ 1 തെസ്സലോനിക്കർ 5:9-10. നിങ്ങൾ എല്ലാവരും ഇത് വചനം നോക്കി ഉറപ്പിക്കണം കേട്ടോ. എന്നിട്ട് അത് അങ്ങനെ തന്നെയോ ഒന്ന് ബെരോവയിലുള്ളവരെ പോലെ നിങ്ങൾ ഉറപ്പിക്കണം. കാരണം ഒരിക്കലും ദൈവഭരണം ഇവിടെ വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ആര്? സാത്താൻ. ഇല്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടിയോടെ വാഴുമ്പോൾ വേറെ രാഷ്ട്രീയ പാർട്ടി അതിൽ വരരുതെന്ന് ആഗ്രഹിക്കുന്നല്ലേ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി? ഇതേപോലെ തന്നെ സാത്താൻ ഇന്ന് വാഴുകയാ. ദൈവരാജ്യവും ഇവിടെ വരരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പുള്ളിയാ. എന്നിട്ട് പല തന്ത്രങ്ങളിലൂടെ നമ്മളെ തോപ്പിക്കുക. സുവിശേഷം തന്നെ തെറ്റിച്ചു കളഞ്ഞു. യേശു പ്രസംഗിച്ച സുവിശേഷം ഇന്ന് ഞാൻ യഥാർത്ഥത്തിൽ പറയട്ടെ, ഞാൻ ബൈബിൾ DTH BTH ഒക്കെ കഴിഞ്ഞ ഒരാളാട്ടോ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എൻ്റെ വീട്ടിൽ സഭ തന്നിട്ടുണ്ട്. ഇതാ അനേകരെ കൈകൊണ്ട് സ്നാനപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പ്രിയ സഹോദരൻ, ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, ഞാൻ പഠിച്ച ബൈബിൾ കോളേജിൽ യേശു ക്രിസ്തു പറഞ്ഞ സുവിശേഷം ഇല്ല. രാജ്യത്തെ സുവിശേഷം എവിടെയെങ്കിലും ഇല്ല. നിങ്ങൾ ഇനി പോയി അന്വേഷിച്ചോ? മറ്റു ബൈബിൾ കോളേജിന്റെ സിലബസിൽ പലരും പോയി അന്വേഷിച്ചു എന്നിട്ട് പറഞ്ഞു ഇല്ല എന്ന്. ഇതാണ് പിശാചിന്റെ ജയം. മനസ്സിലായോ? ഇതാണ് പിശാചിന്റെ ജയം. അവൻ തന്ത്രത്തിലൂടെ വേറൊരാൾ ഭരണത്തിൽ വരരുത്. രാഷ്ട്രീയ പാർട്ടി A ഇന്ന് വാഴുകയാണെങ്കിൽ B വരാൻ അവർ സമ്മതിക്കത്തില്ല. ഇതേപോലെയാണ് പിശാച്. ശ്രദ്ധിച്ച് വായിച്ച് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ ദൈവം നമ്മളെ നിയമിച്ചിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 5:9-10 വായിച്ച്. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന്. എന്ത് ദൈവം നമ്മെ നിയമിച്ചത് എന്തിനാണെന്നറിയാമോ? കോപത്തിനല്ല, അടിക്കാൻ വേണ്ടിയല്ല, ദൈവത്തോടുകൂടെ ജീവിക്കാനാ. മനസ്സിലായോ? ദൈവം നമ്മളെ നിയമിച്ചത് നാം ദൈവത്തോടുകൂടെ ജീവിക്കാൻ. എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല മക്കളെ, നിങ്ങളുടെ കയ്യിലെ ബൈബിളിലെ കാര്യമാണ് പറയണേ. ദൈവത്തോടുകൂടെ ജീവിക്കാനാ. ഇതാണ് സുവിശേഷം. അതിനുവേണ്ടി യേശു കർത്താവ് മുഖാന്തരം കാൽവരിയിൽ നമുക്ക് ഇന്നുള്ള പാപത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷ നൽകി നമ്മളെ അവിടുന്ന് വിടുവിക്കുക. താഴേക്ക് വായിച്ചേ. നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യം നിങ്ങൾക്ക് കാണാം. ഒന്ന്, ദൈവം നമ്മളെ നിയമിച്ചത് എന്തിനാ? ദൈവത്തോടുകൂടെ ജീവിക്കാൻ. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു? തന്റെ പുത്രനായ ക്രിസ്തുവിനെ കാൽവരിയിൽ തകർത്ത് ക്രിസ്തു മുഖാന്തരം നമ്മളെ രക്ഷിച്ചു. പിടുത്തം കിട്ടിയാ? ക്ലിയർ അല്ലേ? അപ്പൊ ഒരു നാണയത്തിന്റെ രണ്ട് സൈഡ് എന്നതുപോലെ ഇത് രണ്ടും വേണം. ഇതിൽ ഒരു കാര്യം മാത്രമായിട്ട് നിങ്ങൾ അങ്ങ് സ്വർഗസന്നിധിയിലേക്ക് ഇങ്ങ് ചെല്ലാമോ? പുറത്തു പോകും. നിങ്ങളൊരു നോട്ട് കൊണ്ട കൊടുത്തു ഒരു കടയിൽ, അവർ നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ ചേച്ചി ഇതെന്താ ഇതിന്റെ ഒരു സൈഡ് മാത്രം പ്രിന്റ് ഉള്ളു, മറു സൈഡിൽ എന്താ വെള്ള പേപ്പറോ? ഇവിടെ വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് മാറ്റിക്കളയുന്നത് പോലെ നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, വേണ്ടത് തന്നെയാ. നിങ്ങൾ കഴിഞ്ഞകാല പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. കഴിഞ്ഞ കാലത്തിൽ നിന്ന് രക്ഷപ്പെട്ടെ, വരും കാലത്ത് എൻ്ററായില്ല. ഹല്ലേലൂയ. വരും കാലത്ത് എൻ്റർ ആകുന്നത് സൗജന്യമല്ല, വില കൊടുക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞകാല പാപത്ത് രക്ഷപ്പെടുന്നത് സൗജന്യമാണ്. അതിനുവേണ്ടി യേശു എല്ലാം ചെയ്തു കാൽവരിയിൽ, നമ്മളൊന്നും ചെയ്യണ്ട. അതുകൊണ്ടാണ് രക്ഷ സൗജന്യം പറയണേ. എന്നാൽ വരുംകാല ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അത് സൗജന്യമല്ല, ഞാനും നിങ്ങൾ അവകാശമാക്കണം. യേശുവോടുള്ള അനുസരണത്തിലൂടെ അവകാശം ആക്കണം. അതിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേരാനായിട്ട് ഇടയാകണം. അല്ല, യേശു കർത്താവിനെ മാത്രം കർത്താവ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാമോ? എന്ത് പറ്റുമെന്നറിയാമോ? വായിച്ച മത്തായി 21:7-21 യേശു പറഞ്ഞ കേൾക്കാം. ന്യായവിധിയിൽ യേശുവിന്റെ പ്രവചനമാണ്. യേശു പറഞ്ഞ അന്നാളിൽ പലരും എന്നോട് പറയുമെന്ന് പറഞ്ഞാ പറയണേ. ഒരു കൂട്ടർ പറയും ഞങ്ങൾ യേശുവിനെ ഉയർത്തി, യേശുവിനെ കർത്താവ് കർത്താവ് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അടുത്ത സൈഡ്
വെള്ളയാ, ഒന്നും പ്രിന്റ് ചെയ്തിട്ടില്ല. അവിടെ യേശു എന്നാ പറയണെന്നറിയാമോ? വായിച്ച് മത്തായി 7:21. സഭക്കാരോടാ പറയണേ. എല്ലാ ദൈവമക്കൾ ശ്രദ്ധിച്ചു കേൾക്കുക. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. എല്ലാവർക്കും കയറാൻ പറ്റിയ? ഇവർ ചതിക്കപ്പെട്ടില്ലേ? യേശു ന്യായം വിധിക്കണേ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് ഞാനും നിങ്ങളും ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പായി നിൽക്കണം. ആ ന്യായാസനത്തെ വെച്ച് ക്രിസ്തു പറയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരല്ല സ്വർഗ്ഗരാജ്യത്തിൽ കയറുന്നത്. അതിന്റെ അർത്ഥം യേശുവിനെ കർത്താവ് എന്ന് വിളിക്കേണ്ടെന്നല്ല. അത് വിളിച്ചാലേ നാം രക്ഷ പ്രാപിക്കൂ കഴിഞ്ഞകാല പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന്. എന്നാൽ ഭാവിയിൽ ഒരുത്തൻ പ്രവേശിക്കണമെങ്കിൽ, സ്വർഗരാജ്യത്തിൽ ഒരുത്തൻ പ്രവേശിക്കണമെങ്കിൽ യേശുക്രിസ്തു പറയാണ്, അവൻ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. പിടുത്തം കിട്ടിയ? യേശു ആരാന്നറിയാമോ? സർവപ്രപഞ്ചത്തിന്റെയും പിതാവിനെ നിയമിതനായ രാജാവാ. എല്ലാ ന്യായവിധിയും നടത്തുന്നത് ക്രിസ്തുവാ. ആ ക്രിസ്തുവാണ് പുറത്താക്കുന്നത്. ക്രിസ്തുവിന്റെ വാക്കിന്റെ പ്രത്യേകത തന്നെ അറിയാമോ? ആകാശം മാറും, ഭൂമി മാറും, എന്റെ വചനങ്ങൾക്കോ ഒരു മാറ്റവും ഇല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് യേശുവിനെ കർത്താവായി സ്വീകരിച്ച് ആ വഴി ഒന്ന് കയറി ചെല്ലാൻ ധൈര്യമുണ്ടോ? പിതാവിന്റെ ഇഷ്ടം ചെയ്യാതെ ഒരു സൈഡ് മാത്രം പ്രിന്റ് ചെയ്തങ്ങ് കയറുക. യേശു 3.5 വർഷം പ്രസംഗിച്ച സുവിശേഷ സന്ദേശമായ ദൈവ ഇഷ്ടം എവിടെ? എന്റെ പ്രിയ മക്കളെ, ഇതുവരെ പിശാച് മുക്കിയെങ്കിൽ ഇനിയും മുക്കപ്പെടരുത്. ഹല്ലേലൂയ. എന്നെ ഒഴിവാക്കിയതുകൊണ്ടൊന്നും ഒരു ഗുണമില്ല. സ്വർഗം നിങ്ങളെ ഒഴിവാക്കും. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ദൈവ ഇഷ്ടം ചെയ്യണം, യേശുവെ കർത്താവായി സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചവർ ദൈവ ഇഷ്ടം ചെയ്യണം. ഒരു നോട്ടിന്റെ 2 സൈഡും പ്രിന്റ് ചെയ്തതുപോലെ ആയിത്തീരണം. അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മൾ എന്ത് പറ്റുമെന്നറിയാമോ മക്കളെ? നമ്മളെ കാണുന്നവൻ ഈ ലോകത്ത് ക്രിസ്തുവെ കാണും. ഹല്ലേലൂയ. ക്രിസ്തുവെ നാം അഭിനയിക്കൊന്നും വേണ്ട, നമ്മൾ വാ തുറന്നാ മതി. നമ്മളല്ല പിന്നെ ജീവിക്കുന്നത്, ക്രിസ്തു ജീവിക്കാൻ തുടങ്ങും. ഒരുത്തരെ കുറിച്ച് കുറ്റം പറയാൻ നമ്മളെ വാ പൊങ്ങത്തില്ല. കാരണം ജീവിക്കുന്ന നമ്മളല്ല, ക്രിസ്തുവാ നമ്മൾ ജീവിക്കുന്നത്. ക്രിസ്തുവിലൂടെ ജീവിക്കുന്നത് സ്വർഗസ്ഥ പിതാവാ. അങ്ങനെ സ്വർഗസ്ഥ പിതാവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ നടക്കുന്ന എന്നിലൂടെ നിങ്ങളിലൂടെയും ഭൂമിയിൽ വെളിപ്പെടും. ഇതാണ് ദൈവമക്കൾ. ദൈവത്തിന്റെ ആത്മാവാൽ സ്വർഗത്തിൽ ദൈവം അവരെ നടത്തും. ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ, ദൈവം തലയായ പ്രവർത്തനം. ഹല്ലേലൂയ. ഇതാണ് പഴയ ഉടമ്പടിയിൽ നമ്മളോട് വാഗ്ദത്തം ചെയ്ത എസെക്കിയേൽ 36:27 ദൈവത്തിന്റെ വചനം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ഞാൻ ഒരു നിയമം നിങ്ങളുമായി ചെയ്യും. എന്താണെന്ന് അറിയാമോ? ഇന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുക, എന്നാൽ അന്ന് അങ്ങനെയല്ല. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, എന്നിട്ട് നിങ്ങളെ ഞാൻ എന്റെ ചട്ടങ്ങള് നടക്കുമാറാക്കും. നിങ്ങൾ നടക്കുകയല്ല, ഞാൻ നിങ്ങളെ നടത്തുകയാണ്. ദൈവത്തിന്റെ ത്രിയേക പ്രവർത്തനം ആരിൽ? ദൈവപുത്രനായ ക്രിസ്തുവിലും ക്രിസ്തുവിൽ ഉള്ളവരിലും. ഇതിന്റെ ബൈബിളിന്റെ പേര് ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ. ദൈവം തലയായി ദൈവമക്കളിൽ പ്രവർത്തിക്കുന്നു. ഇതുവരാണ് ദൈവമക്കൾ. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തിന്റെ വചനം പറയാ, ദൈവാത്മാവാൽ നടത്തപ്പെടുന്നവരത്രേ. അറിയോ ദൈവത്തിന്റെ മക്കൾ? നമുക്ക് നമ്മുടെ ഗുണം എന്നറിയാം. നമ്മളെ ദൈവം എന്തിനാ വിളിച്ചേക്കണെന്ന് അറിയാമോ? ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നപ്പോൾ മനുഷ്യ മക്കളായി നമ്മളിവിടെ വന്നു, അല്ലേ? മനുഷ്യനിൽ നിന്നല്ല എല്ലാവരും ജനിച്ചേ. എന്നാൽ യേശുവിനെ തന്നതിൻ്റെ മറ്റ് പ്രധാന ഉദ്ദേശം ഇവിടെ നിന്ന് പോകുമ്പോൾ ദൈവമക്കളായി പോകാം. മനസ്സിലായോ? കാറ്റഗറി മാറിപ്പോകാം. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. യേശുവിനെ തന്നപ്പോ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നൊരു കാര്യം, യേശു ദൈവത്തിന്റെ പുത്രനാ. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും CSI കാരനാകാനുള്ള അധികാരമാണ് കൊടുത്തേ? കത്തോലിക്കനാകാനുള്ള അധികാരമാണോ കൊടുത്തേ? അതോ പെന്തക്കോസ്തുകാരനോ? അതോ ബ്രദറിനോ? അതോ ബാപ്റ്റിസ്റ്റോ? ആരാ എന്തധികാരം കിട്ടി അറിയോ നിങ്ങൾക്ക്? ബൈബിളിലുള്ളത് മുറുകെ പിടിക്കുക. മറ്റുള്ളതിനൊന്നും നമ്മൾ ഉപദ്രവിക്കേണ്ടതെല്ലാം അവിടെ നിന്നോട്ടെ. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉൾത്തളത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നമുക്കൊരു അധികാരം കിട്ടുകയായിരുന്നു. അധികാരം ദൈവ മക്കളായി മാറാൻ. മനുഷ്യ മക്കൾക്ക്, മരണമുള്ള മനുഷ്യ മക്കൾക്ക് മരണമില്ലാത്ത ദൈവത്തിന്റെ മക്കളായി മാറാൻ. ഒന്ന് വായിച്ചേ. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. കേട്ടോ? ദൈവ മക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. ആർക്ക്? മനുഷ്യ മക്കൾക്ക്. അപ്പൊ മനുഷ്യ മക്കൾക്ക് ആരാകാൻ അധികാരം കിട്ടി? ദൈവമക്കളാകാൻ. ഇതാണ് നമ്മൾ ഏറ്റവും അധികമായി ഉള്ളിൽ ധരിക്കേണ്ടത്. അധികാരമേ കിട്ടിയിട്ടുള്ളൂ. അധികാരം ഉപയോഗിച്ചാൽ ജയിച്ചാലാണ് ദൈവമക്കളാകുള്ളൂ. എപ്പോഴും ശ്രദ്ധിച്ചോളാം. നമ്മൾ പരാജയപ്പെടാനല്ല,
പരാജയപ്പെടാനല്ല, ജയിക്കാനാണ് ദൈവം വിളിച്ചേ. അധികാരം ഉപയോഗിക്കണം. അധികാരം കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ മകനോ മകളോ ആരെങ്കിലും നിങ്ങൾ എൻട്രൻസ് എക്സാം എഴുതി, മെഡിക്കൽ എൻട്രൻസ് എക്സാം എഴുതി, നിങ്ങൾക്ക് നിങ്ങളുടെ മോൾക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. എന്തിനുള്ള അധികാരം അവസരമാണ് കിട്ടിയേ? ഒരു ഡോക്ടറാകാൻ അല്ലേ? ഡോക്ടറാണെങ്കിൽ എന്ത് വേണം? 5 വർഷം ഗവൺമെന്റ് കൊടുക്കുന്ന സിലബസ് പഠിച്ച് എഴുതി ജയിച്ചാൽ ഡോക്ടറാവും അല്ലേ? നമുക്ക് ഇതുപോലെ തന്നെയാ. ദൈവവചനം പറയുകയാണ്, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ എന്ത് കിട്ടി? അധികാരം കിട്ടി. ഇനി നമ്മൾ ആരോട് പഠിക്കണം? ഇവിടുത്തെ സിലബസ് ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. ഇനി നമ്മൾ യേശുവോട് പഠിക്കണം. യേശുവോട് പഠിച്ച് ജയിച്ചാൽ നാം ദൈവമക്കളാകും. യേശുവോട് പഠിക്കണം. സ്തുതിച്ച പോരെ? സ്തുതിക്കുന്നതിന് ചെലവൊന്നുമില്ല, പഠിക്കുന്നതിന് ചെലവുണ്ട്. ഇതാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യം യേശു പറയുന്നത്. ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല കേട്ടോ, ആരും ശ്രദ്ധിക്കാറില്ല. യേശു പറയാണ്, നീ ജയിക്കണോ എങ്കിൽ എന്നോട് പഠിക്കണം, എന്നോട് പഠിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഈ അധികാരം നമ്മൾ ഉപയോഗിക്കണം, ജയിക്കണം. ഒന്ന് വായിച്ചേ. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. ഹല്ലേലൂയ. എന്നാ പറഞ്ഞേ? യേശു പറഞ്ഞേ എന്നോട് എന്ത് ചെയ്യാനാ പറഞ്ഞേ? ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ഹൃദയത്തിൽ കരക്കൈ വെച്ചിട്ട് പറഞ്ഞേ, ഞാൻ യേശുവോട് പഠിക്കണമെന്നാണ് യേശു എന്നോട് കൽപ്പിക്കുന്നത്. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലേ പറയാൻ? സ്തുതിയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. യേശുവോട് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലേ? ഹല്ലേലൂയ. ഒന്നുകൂടി വായിച്ചേ. ആളിൽ ചിലത് വിശ്വസിക്കുന്നില്ല യേശു അങ്ങനെയാ പറഞ്ഞെന്നുള്ള കാര്യം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. ആരോട് പഠിക്കണം? പറഞ്ഞ യേശുവോട് പഠിക്കണം, യേശുവോട് പഠിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ബലം പിടിച്ചിരിക്കരുത്. യേശു ഞാൻ എൻ്റെ കയ്യിൽ നിന്നില്ല, ഞാൻ ചൂണ്ടിക്കാണിക്കുക ബൈബിളിലെ വചനം. ഹല്ലേലൂയ. നിങ്ങൾ ഇതുവരെ കാണാത്തതിനൊക്കെ ഒന്ന് ചൂണ്ടിക്കാണിക്കുക. എന്തിനാണ്? ഇവിടുത്തെ കെട്ട ഈ കണ്ടില്ലേ, ചില കയറ് കിട്ടുമ്പോൾ മൊത്തം കെട്ട. ഇനി ഇതുകൊണ്ട് എന്താ ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരാളുടെ കുത്തിയിരുന്ന് കെട്ടഴിക്കും. എൻ്റെ പണി അതാ, കെട്ടഴിക്കല്. മനസ്സിലായോ? എന്തിനാണ്? ഇത് ഉപയോഗപ്രദമായി തീരണം. ഹല്ലേലൂയ. നിങ്ങളുടെ ചിലരുടെ മുഖം കറക്കുന്നതിന്റെ കാരണം വേറെ ഒന്നുമല്ല. കാരണം ഞാൻ കെട്ടഴിക്കാൻ നോക്കുന്നു. എൻ്റെ കെട്ടഴിക്കണ്ട, അങ്ങ് കിടന്നോട്ടെ എന്നാ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒന്നുമിട്ടില്ല. ബൈബിളിലെ വചനം പറഞ്ഞേ. യേശു പറയാണ്, ഞാൻ സൗമ്യതയും ഞാൻ താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റി എന്നോട് പഠിച്ചാൽ നിന്റെ സോളിന് ആശ്വാസം നീ കണ്ടെത്തും. അല്ലെങ്കിൽ കണ്ടെത്തത്തില്ല. സോളിന് ആശ്വാസം കണ്ടെത്തണം. അതായത് നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളൂ? യേശുവിനെ കർത്താവായി സ്വീകരിച്ചപ്പോൾ അധികാരമേ കിട്ടിയിട്ടുള്ളൂ. എന്താകാൻ? ദൈവത്തിന്റെ മക്കളാകാൻ. ഇതാ വചനം പറയുന്നത്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളാകാൻ എന്ത് കിട്ടി? അധികാരം കിട്ടിയിട്ടുള്ളൂ. ഇനി അധികാരം ഉപയോഗിക്കണ്ടേ? ഹല്ലേലൂയ. അധികാരം ഉപയോഗിക്കണ്ടേ? ഇത് കോർട്ടിൽ നിന്ന് ഒരു അധികാരപത്രം കിട്ടി, സബ് ഇൻസ്പെക്ടർക്ക് ഇന്ന ആളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവരാൻ. അതുകൊണ്ട് അറസ്റ്റ് നടന്നോ? ഈ അധികാരം ഉപയോഗിക്കണ്ടേ? ഈ അധികാരം ഉപയോഗിക്കാൻ നാം യേശുവോട് പഠിക്കണം. മനസ്സിലായോ? യേശുവോട് പഠിച്ചെങ്കിൽ മാത്രമേ യേശു ജയിച്ചതുപോലെ നമുക്കും ജയിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അത് ബൈബിളിൽ അവസാനം എന്നാ പറഞ്ഞെന്നറിയാമോ? ബൈബിള് വെളിപ്പാട് 21:7 നമ്മള് ജയിച്ചാലേ ദൈവത്തിന്റെ മകനാകുള്ളൂ. കേട്ടിട്ടുണ്ടോ? ജയിച്ചാലേ ആകുള്ളൂ. അതുകൊണ്ടാണ് ഈ കൂട്ടത്തോടെ ഈ ഗ്രൂപ്പിനെ തന്നെ കർത്താവ് ഗെറ്റ് ഔട്ട്, ഞാൻ ഒരു കാലത്ത് അറിഞ്ഞിട്ടില്ലെന്ന് എന്നെ പുറത്താക്കണേ. വായിച്ചേ. എന്നെ വിശ്വസിക്കരുത്, നിങ്ങളുടെ കയ്യിൽ ബൈബിളിലെ വചനം വിശ്വസിക്കുക. വെളിപ്പാട് 21:7 നിനക്ക് ദൈവത്തിന്റെ മകനാകണോ? മനുഷ്യന്റെ മകനായി മരണമുള്ളവനായി ഈ പ്ലാനറ്റിലേക്ക് ഒരു ജഡത്തിൽ നിന്ന് ജനിച്ചെങ്കിൽ ഇവിടുന്ന് പോകുമ്പോൾ ആത്മാവിൽ ദൈവത്തിന്റെ മകനായി ഇവിടുന്ന് കടന്നു പോകണം. എങ്കിൽ ദൈവത്തിന്റെ വചനം പുറത്ത് ജയിക്കണം. വായിക്കേ. വെളിപ്പാട് 21:7 ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. അപ്പൊ ജയിക്കുന്നവന് ഈ അവകാശം കിട്ടുള്ളൂ. അപ്പൊ അല്ലാത്തവനോ ഗെറ്റ് ഔട്ട്. മനസ്സിലായോ? ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ മക്കളെ, സ്വർഗം ഒരു നരകമാക്കാൻ ദൈവം ആഗ്രഹിക്കുവോ? സ്വർഗം ഒരു നരകമാക്കാൻ ദൈവം ആഗ്രഹിക്കത്തില്ല. ഇതുങ്ങളെയൊക്കെ പിടിച്ച് അവിടെ കൊണ്ട് ഇട്ടു കഴിഞ്ഞാൽ അവിടെ കിടന്ന് അടി ഉണ്ടാക്കൂലേ നിങ്ങൾ മൊത്തം കൂടി? ഇല്ലേ? ഇന്ന് കണ്ടില്ലേ, ചുറ്റും കണ്ടില്ലേ? നിങ്ങളുടെ വാട്സപ്പ് തുറക്ക, നിങ്ങളുടെ ഫേസ്ബുക്ക് തുറക്ക, പേപ്പർ തുറക്ക, അടി ബഹള. ഇതുങ്ങളെ കൊണ്ട് അങ്ങോട്ട് പോവോ? ഇവിടെ ദൈവത്തിന്റെ വചനം പറയാം, ജയിക്കണം. നീ ആരെ ജയിക്കണം? സാത്താനെ ജയിക്കണം. ഹല്ലേലൂയ. സാത്താനെ ജയിച്ചെങ്കിൽ നമ്മുടെ ശുദ്ധീകരണം നടക്കൂ. ജയിക്കുന്നതിന് അവകാശമായി കിട്ടും. എന്താണ് അവകാശം? താഴേക്ക്. ഞാൻ അവന്റെ ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ഹലോ, കേട്ടോ?
എന്റെ മക്കളെ, യോഹന്നാൻ 1:12 യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യ മക്കൾക്കും ദൈവ മക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു എങ്കിൽ യേശുവിനോട് പഠിച്ച് നീ ആത്മാവിന്റെ ശുദ്ധീകരണത്തിലൂടെ പിശാചിനെ ജയിക്കുന്നതെങ്കിൽ ജയിക്കുന്നവന് അവകാശമായി കിട്ട്, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ഹല്ലേലൂയ. എന്റെ പ്രിയ മക്കളെ, അതുകൊണ്ട് ഈ കോഴ്സ് ശരിക്കും ഒന്ന് മനസ്സിലാക്കുക. ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, ഇവിടെ ഏതാനും ദിവസം നമ്മൾ വയറ്റിപ്പഴപ്പിന് വേണ്ടി ജീവിച്ച് നല്ല ചുരിദാറും നല്ല ഷർട്ട് നല്ല കാറ് നല്ല വീട് 1, 2, 3 ഒക്കെ ചിലപ്പോൾ വെച്ച് ചിലപ്പോൾ അതിലും കൂടുതലും വെച്ചിട്ട് നമ്മളിവിടെ മരണം നമ്മളെ അടിച്ചെടുത്തോണ്ട് കളയും. ഈ സിസ്റ്റം കൊള്ളൂല്ല എന്റെ പൊന്നു സഹോദരങ്ങളെ. ഇത് വെറും വിഡ്ഢി സിസ്റ്റമാണ്, വിഡ്ഢിത്ത സിസ്റ്റം. ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനാ. കഴിഞ്ഞ 33 വർഷമായി ദുബായിൽ ഇന്നും ഇപ്പോഴും അവിടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാ. എനിക്കറിയാം അത് മണ്ടൻ സിസ്റ്റമാണെന്ന്, മണ്ടൻ സിസ്റ്റം. ഇവിടെ അമ്മയുടെ താലിമാല പണയം വെച്ച് പഠിക്കാനയച്ച എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനത്തിൽ ദൈവരാജ്യം അന്വേഷിച്ചു എന്നുള്ള ഒരു പ്രക്രിയ പ്രകാരം ദൈവത്തിന്റെ നന്മകൾ എന്നെ തേടി വന്നു. അപ്പനോ അമ്മയോ അങ്കിളോ ആന്റിയോ ഒന്നുമില്ലാത്തൊരു തലത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം എന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ദൈവം എന്നെ പലതും പഠിപ്പിച്ചു, എന്നെ ഒരു ബിസിനസ്സുകാരനാക്കി, എനിക്ക് പലതും തന്നു. ഇതിന്റെ ഇടയിൽ ദൈവം കർത്താവായ യേശുവിന്റെ സുവിശേഷം വിശുദ്ധ ബൈബിളിലൂടെ അറിയാൻ എന്നെ സഹായിച്ചു. അതുവരെ എനിക്ക് കാൽവരി ക്രൂശിൽ യേശുവിന്റെ മരണം മാത്രമേ അറിയുള്ളായിരുന്നു. യേശു 3 പ്രാവശ്യം പ്രസംഗിച്ച പിതാവ് ഏൽപ്പിച്ച സന്ദേശം എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആ സന്ദേശം മനസ്സിലാക്കിയപ്പോ ആ സന്ദേശത്തിൽ ഞാൻ കണ്ടു, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ടെന്ന്, ക്രിസ്തുവിലൂടെ എന്നെ അപ്പനുമായി ഒന്നാക്കി മാറ്റുന്നുവെന്ന്, ഒരു ശരീരമാക്കുന്നുവെന്ന്. അങ്ങനെ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയ അലയൻസായ ദൈവരാജ്യത്തിലേക്ക് കയറുന്നത് എനിക്ക് മനസ്സിലായി. അതുവരെ എന്റെ ചിന്ത എന്ന് പറയുന്നത് നാറ്റോ എന്ന് പറയുന്ന നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അലയൻസ് ആയിരുന്നു എന്ന് എന്റെ ചിന്ത. 32 രാജ്യങ്ങളുണ്ട്, ഒന്നിനെ തൊട്ടാൽ ബാക്കി 31 കൂടി വരും. മനസ്സിലായോ? പക്ഷെ എനിക്ക് മനസ്സിലായി അതിനേക്കാൾ വലിയൊരു അലയൻസ്, പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ എന്റെ അപ്പനെ ഞാൻ അറിഞ്ഞില്ല. ആ അപ്പനുമായി ക്രിസ്തുവിലൂടെ ഒന്നായി തീരാൻ, ഒരു യൂണിയനായി തീരാൻ, ഒരു അലയൻസ് ആയി തീരാൻ ഒരു സന്ദേശമാണ് യേശു ക്രിസ്തുവിലൂടെ പിതാവ് എനിക്ക് തന്നുവെന്ന സന്ദേശം മനസ്സിലാക്കിയപ്പോ ഉടനെ ഞാൻ അലയൻസിൽ ചേർന്നു. ഞാൻ അജയനായി മാറി. കാരണം എന്റെ തല ക്രിസ്തുവിന്റെ തല അത്യുന്നതനായ സ്വർഗ്ഗസ്ഥ പിതാവ്, ഞങ്ങൾ ക്രിസ്തുവിൽ ഒന്നായി മാറി. ഇതാ യേശു പറയുന്നത്. നമ്മളെല്ലാം പറഞ്ഞ എന്തോ ഞാനും പിതാവ് ഒന്നാണെന്ന് യേശു പറഞ്ഞു. അപ്പൊ യേശു ആണ് പിതാവ് എന്നല്ലേ പറഞ്ഞു നടക്കണേ. പക്ഷെ താഴേക്ക് നമ്മൾ വായിച്ചില്ല. യേശു അലയൻസിനെ കുറിച്ച് പറഞ്ഞ ഞാനും പിതാവ് ഒന്നാണ്. എന്നിട്ട് താഴെ എഴുതിയിരിക്കുക, അതുപോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നാകണം. അലയൻസ്. ഹല്ലേലൂയ. അത് നമ്മൾ വായിച്ചില്ല അല്ലേ? ഞാനും പിതാവ് ഒന്നാകുന്നെന്ന് പറഞ്ഞ് നിർത്തിയത് ഒരൊറ്റ വാക്യമുള്ളൂ, യോഹന്നാൻ 10:30. പക്ഷെ അതിനുശേഷം 17:11, 17:21, 17:23 ഇവിടെ എല്ലാം യേശു പറയാണ്, ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളിൽ ഒന്നായിത്തീരണം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ആദത്തിൽ പല രാജ്യങ്ങളാ. സിന്ധു രാജ്യം, മേരി രാജ്യം, ജോസഫ് രാജ്യം, അന്നക്കുട്ടി രാജ്യം, ചേട്ടൻ രാജ്യം, അനിയൻ രാജ്യം ഒക്കെയാ. അവരെല്ലാവരും ക്രിസ്തുവിൽ ഒരു രാജ്യമായി മാറുന്നു, ദൈവരാജ്യമായി മാറുകയാ. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായി നമ്മൾ അതിലേക്ക് എത്തിയാൽ നമ്മൾ അജയരായി ലോകത്തിലെ ഏറ്റവും വലിയ അലയൻസിൽ ക്രിസ്തുവിലൂടെ നമ്മൾ പ്രവേശിക്കുക. ഇതുകൊണ്ടാണ് 1 യോഹന്നാൻ 4:15 പറഞ്ഞിരിക്കുന്നത്. എന്നറിയാമോ? ഈ അലയൻസ് ചേരണമെങ്കിൽ അതിശയം തോന്നുന്നല്ലേ? ദൈവവചനം പറയുന്നു, യേശു ദൈവപുത്രനെന്ന് ആരൊക്കെ വിശ്വസിക്കുന്നുവോ അവൻ ഈ അലയൻസിൽ ചേരുകയായി. അവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. അവരൊന്നായി മാറി, ഒരു ബോഡിയായി മാറി. എൻ്റെ മക്കളെ, നിങ്ങൾ ശക്തരായി മാറും. നിങ്ങൾ ദൈവത്തിന്റെ ഭാഗമായി മാറ്, ക്രിസ്തുവിന്റെ അവയവങ്ങളായി മാറ്. വായിച്ചേ 1 യോഹന്നാൻ 4:15. ഇത് വായിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെ തന്നെയോ എന്ന് നിൽക്കണം. അതായത് സാധാരണ ഒരു കൺവെൻഷൻ പ്രസംഗം കേൾക്കാൻ വരുന്നത് പോലെ ചുമ്മാ അങ്ങനെ കേട്ടിരിക്കരുത്. ഇത് കേൾക്കുമ്പോൾ സ്പോഞ്ച് പോലെ ആയിരിക്കണം. നിങ്ങൾ ഇതങ്ങ് വലിച്ചെടുക്കണം. അങ്ങനെ തന്നെയോ എന്ന്. കാരണം ഞങ്ങൾ ഇതുവരെ കേട്ട എല്ലാ പാസ്റ്റർമാരും പറഞ്ഞു എന്നെ വിശ്വസിപ്പിരുന്ന. എന്നാൽ ഇതൊരു പാസ്റ്റർ വന്നേക്കണം, എന്നെ വിശ്വസിക്കരുതേ എന്നും പറഞ്ഞുകൊണ്ട്. ഇതൊന്തൊരു പാസ്റ്ററാ. പക്ഷെ പാസ്റ്റർ പറയുന്നു, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിളിലെ വചനം വിശ്വസിക്കുക. 1 യോഹന്നാൻ 4:15 വായിച്ചു. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. കേട്ടോ? യേശു ദൈവപുത്രനെ സ്വീകരിച്ച നീ എവിടെ വസിക്കുന്നു? ദൈവത്തിൽ വസിക്കുന്നു. ദൈവം എവിടെ വസിക്കുന്നു? നിന്നിൽ വസിക്കുന്നു. കേട്ടോ? നീ ആരുടെ ഭാഗമായി? ദൈവത്തിന്റെ ഭാഗമായി. നീ അജയനായി മാറി. ഹല്ലേലൂയ. നീ അജയനായി മാറി. മറ്റത് അങ്ങനെയല്ല.
പന്നിക്കൂട്ടിൽ കിടന്നുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാ. അതല്ല, നീ തിരിച്ച് വീട്ടിലേക്ക് വാ, അപ്പനോട് കൂടെ ഒന്നായി ജീവിക്കുന്ന തലത്തിലേക്ക് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ മാറുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാ. ഇതാ വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിച്ചേ. 17-11 വായിച്ചേ. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്. പരിശുദ്ധ പിതാവേ, യേശുവിന്റെ പ്രാർത്ഥന പിതാവിനോട്ടോ. എന്താ പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടത്. ഞാനും നീ ഒന്നാണ്, അവർ നമ്മെ പോലെ അവരും ഒന്നാകണം. കേട്ടോ? ഹല്ലേലൂയ. ഒരു അലയൻസ് ആയി മാറണം, ഒന്നായി മാറണം. എൻ്റെ മക്കളെ, ഇതാണ് യേശു പറഞ്ഞ സന്ദേശം. ഞാനും നിങ്ങളും ക്രിസ്തുവിൽ പിതാവുമായി ഒരു കുടുംബമായി മാറണം, ഒന്നായി മാറണം. ഇതാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്. മനുഷ്യ കുടുംബത്തിൽ നാം ഭൂമി ജനിച്ചാലേ, മനുഷ്യ കുടുംബത്തിലാ. പക്ഷേ ഇവിടെ നിന്ന് നാം ദൈവ കുടുംബമായി മാറണം. ഈ ഒരു തലം നാം തിരിച്ചറിയണം, ദൈവ കുടുംബമായി മാറണം. ദൈവത്തിന്റെ വചനം പറയാ, എൻ്റെ പ്രിയ മക്കളെ, മരണമുള്ള നമ്മളെ മരണമില്ലാത്തവരാക്കി മാറ്റാൻ, മനുഷ്യ കുടുംബമായ നമ്മളെ ദൈവ കുടുംബമാക്കി മാറ്റാൻ സ്വർഗത്തിലെ ദൈവം ഇതാ ഒരുക്കിയിരിക്കുന്ന പ്ലാനാണ്, പദ്ധതിയാണ്. അതിന്റെ 2:18-19 വായിച്ച്. എഫേസ്യ ലേഖനം 2:18-19. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ഇതാ പിതാവിങ്കിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താ? പിതാവാ ലക്ഷ്യം. മനസ്സിലായോ? ആര് മുഖാന്തരം? ക്രിസ്തു മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും, യവനന്മാർക്കും യഹൂദന്മാർക്കും പിതാവിങ്കിലേക്ക് പ്രവേശനം ഉണ്ട്. ലക്ഷ്യമില്ലാത്ത സുവിശേഷമാകരുത് നമ്മുടെ സുവിശേഷം. താഴേക്ക്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. അപ്പോ ഇനി നാം ആരായി മാറും? ദൈവത്തിന്റെ വീട്ടുകാർ. അപ്പൊ ഇതുവരെ ആരുടെ വീട്ടുകാരനാ? നിങ്ങളുടെ വീട്ടുപേരൊന്ന് ചിന്തിച്ചോ? വീട്ടുപേര് ചിന്തിച്ചോ? പകലോ മറ്റും ഫാമിലിക്കാരൻ, പാലത്തിങ്കൽ ഫാമിലിക്കാരൻ. എൻ്റെ വീട്ടുപേര് വെമ്പനാട്ട് ഫാമിലിക്കാരൻ. പക്ഷെ ഇവിടെ പറയുന്നു ഫാമിലി മാറുക, ദൈവത്തിന്റെ കുടുംബക്കാരായി മാറുക. സന്തോഷമുണ്ടോ? ദൈവത്തിന്റെ കുടുംബക്കാർ. ദൈവത്തിന്റെ കുടുംബത്തിൽ ഒരാൾക്ക് പോലും മരണമില്ല. സന്തോഷമുണ്ടോ എൻ്റെ പൊന്നു മക്കളെ? ഹല്ലേലൂയ. ഇതാണ് സുവിശേഷം. യേശു പറഞ്ഞ സുവിശേഷം. മനുഷ്യന്റെ കുടുംബക്കാരെ ദൈവത്തിന്റെ കുടുംബക്കാരാക്കി മാറ്റുന്നു. ദൈവത്തിന്റെ കുടുംബത്തിൽ ആരായിട്ട്? വേലക്കാരാണോ? അത് വേറെ ആരെങ്കിലും കൂട്ടരാണോ? മക്കളാക്കി, ദൈവത്തിന്റെ മക്കളാക്കി, ദൈവ കുടുംബത്തിൽ ദൈവത്തിന്റെ മക്കളാക്കി മാറ്റുകയാ. ആര് മുഖാന്തരം? ക്രിസ്തു മുഖാന്തരം. ഈ ഒരു തിരിച്ചറിവ് വേണം. ഇനി ഇത്രയും നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞോളൂ. ഇന്ന് മൊത്തം ഇൻട്രൊഡക്ഷനാണ്. നാളെയാണ് പഠിപ്പിക്കുന്ന ഭാഗത്തേക്ക് പോകുന്നത്. നാളെ മറ്റന്നാളാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. ഈ മക്കളുടെ മക്കൾ വീട്ടിലാണല്ലേ? നാട്ടിലേക്ക് ഇറങ്ങിയാലോ? ആരുടെ മക്കളാണ്? അത്യുന്നതനായ ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന്റെ വചനം യോഹന്നാൻ 3:1 പറയാ, കാൺമിൻ എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. എത്ര വലിയ സ്നേഹം. അതെന്താ? നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടാൻ. ഒന്ന് വായിച്ചേ. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പൊ ഇത് കൊച്ചു സ്നേഹം വല്ല ആണോ? നിങ്ങൾക്ക് ഒരാൾ പോയി പുറത്തു പോയി വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു നാരങ്ങ മിഠായി മേടിച്ചു തന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചിന്തിക്കും? ഭയങ്കര സ്നേഹം ചിന്തിക്കോ? കൊച്ചു സ്നേഹമാണല്ലേ. വേറൊരാള് ഇതാ നാരങ്ങ മിഠായിക്ക് പകരം നിങ്ങൾക്ക് ഇതാ ഒരു ക്രോസിന്റെ പേന തന്നു. അപ്പൊ നിങ്ങളായിരിക്കും, ഓ വലിയ സ്നേഹമാണല്ലോ. വേറൊരാള് ഇതാ നിങ്ങളുടെ അപ്പൻ നിങ്ങൾക്ക് ഇതാ ഒരു കാറിന്റെ താക്കോൽ എടുത്ത് കയ്യിലേക്ക് വന്നു. മോളെ, ആ ഷോറൂമിൽ ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്, ഇതാ താക്കോൽ നീ പോയി എടുത്തോ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ ചെയ്യും? 2 തുള്ളക്കോ അപ്പനൊരു കെട്ടിപ്പിടുത്തോ, പപ്പാ എന്നൊക്കെ പറഞ്ഞ് ആ സ്നേഹം ഇല്ലേ? കാരണം സ്നേഹം കൂടുന്തോറും സംഭവത്തിന്റെ, സമ്മാനത്തിന്റെ, ഗിഫ്റ്റിന്റെ അളവ് വലുതാവും. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, കാൺമീൻ എത്ര വലിയ സ്നേഹമാ അപ്പൻ നമുക്ക് നൽകിയിരിക്കുന്നേ. നാം ആരെന്ന് വിളിക്കപ്പെടാന്? അത്യുന്നതനായ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ശ്രദ്ധിച്ച്, നിങ്ങളുടെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതാ നിങ്ങളുടെ കൂടെ ഒരു SIയുടെ
മോളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ അല്ലെങ്കിൽ MLA-യുടെ ഒരു MP-യുടെ മോനുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഒരുമിച്ച് നടന്നു പോവുക. അപ്പോഴാണ് ആ SI ജീപ്പിലിങ്ങ് പോകുന്നത്. ആ SI ജീപ്പിലങ്ങ് പോകുന്ന സമയത്ത് വണ്ടി അവിടെ നിർത്തിയപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ട് കൂട്ടുകാരത്തി ചാടി ആ വണ്ടി കയറി അത് നേരെ വീട്ടിലേക്ക് പോവുക. അവളുടെ അപ്പനാണ് അതിൽ SI വണ്ടി സൈഡിലിരിക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു, അറിയാതെ ഇങ്ങനെ ചിന്തിച്ചു, ഒരു SI-യുടെ മോളായിട്ടെങ്കിൽ ജനിച്ചിരുന്നെങ്കിൽ ഇല്ലേ. ഇതേപോലെ ഇതാ പലപ്പോഴും ആ മുതലാളിയുടെ മോനായിട്ടൊന്ന് ജനിച്ചിരുന്നെങ്കിൽ, ആ മന്ത്രിയുടെ മോളായിട്ടൊന്ന് ജനിച്ചിരുന്നെങ്കിൽ ഇല്ലേ. പലപ്പോഴും നമ്മൾ അറിയാതെ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ലേ. ഇവിടെ പറയാണ്, മരണമുള്ള SI അല്ല, മരണമുള്ള മന്ത്രിയല്ല, മരണമുള്ള MLA അല്ല, പകരം മരണമില്ലാത്ത സർവ്വപ്രപഞ്ചത്തിന്റെയും സൃഷ്ടിതാവായ അത്യുന്നതനായ ദൈവത്തിന്റെ മകനായി മകളായി എന്നെയും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇതിനേക്കാൾ മഹാസ്നേഹം എന്താ എൻ്റെ പൊന്നുമക്കളെ. ദൈവത്തിന്റെ വചനം പറഞ്ഞ കാണുമേ, എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ. എന്നാലും ഇത് കേട്ടാലും ചിലവർ വിശ്വസിക്കത്തില്ല. ഉടനെ താഴെ എഴുതിയിരിക്കുക ബൈബിളില്, വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, നാം അങ്ങനെ തന്നെയാണ്. അവരെഴുതിയിരിക്കുക, നാം അങ്ങനെ തന്നെയാണെന്ന്. ഹല്ലേലൂയ. അങ്ങനെയില്ലേ? ഒന്ന് വായിച്ചേ. അങ്ങനെ തന്നെ നാം ആകുന്നു. അങ്ങനെ തന്നെയാ നാം ആകുന്നേ. നാം ദൈവമക്കളാ. മനസ്സിലായോ? അപ്പൊ വീട്ടിലും നാം ദൈവമക്കളാ. ഇനി നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നാം ആരായിരിക്കും? നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നമാ. ഈ അപ്പനെന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? സർവ്വപ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനാ, സർവ്വരാജാക്കന്മാരുടെ രാജാവാ. അങ്ങനെയെങ്കിൽ ഈ രാജാവിന്റെ മക്കൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരായിട്ടായിരിക്കും ഇറങ്ങാൻ പോണേ? അപ്പന്റെ ആഗ്രഹം എന്തായിരിക്കും? അവരും രാജാക്കന്മാർ. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പന്റെ പ്രോപ്പർട്ടിയെ നിത്യം വാഴുന്ന രാജാക്കന്മാർ. ഇതുകൊണ്ടാ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് വെളിപ്പാട് പുസ്തകം 22:5 പറയുന്നത്, അവർ എന്നേക്കും രാജാക്കന്മാർ. മോളെ, അപ്പച്ച മുമ്പിലിരിക്കുന്ന അപ്പച്ച അടുത്ത ഭൂമിയുടെ രാജാവായിരിക്കണേ. അപ്പച്ചന്റെ വിളി അതാ. തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണ്ടേ? ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ഈ പ്രാവശ്യമാണ് ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോയത്. കാരണം ഇത്രയും നാൾ എല്ലാ സമയത്തും ഞാൻ ഗൾഫിലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ സമയത്ത് നാട്ടിലായി. അപ്പം ഞാൻ ആദ്യമായിട്ട് പോവുക. മൊത്തം സംശയമായി, എന്ത് ചെയ്യണേ, എങ്ങനെ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതാ അവിടുത്തെ സ്ഥാനാർത്ഥികൾ അവിടെ നിൽക്കുന്നുണ്ട്. അയ്യോ, നമ്മളെ കാണുമ്പോൾ ഉണ്ടല്ലോ അങ്ങ് ചിരിക്കും, സന്തോഷം കൊണ്ട് അവർക്ക് വയ്യ. കാരണം നമ്മൾക്ക് മുഖത്ത് നോക്കുക, ഒരു പരിചയമില്ല, പക്ഷേ മുഖത്ത് നോക്കി അങ്ങ് ചിരിക്കുക. ആദ്യം എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു ചിരിക്കാനായിട്ട്. കാരണം ഒരു പരിചയമില്ലാത്ത ആൾ എങ്ങനെ കയറി ചിരിക്കുക. അപ്പോഴാണ് എനിക്ക് മനസ്സിലായ സ്ഥാനാർത്ഥിയാണെന്ന്. അവരെന്താ ആഗ്രഹിക്കണേ? നമ്മൾ അവർക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നേ. നമ്മൾ അവർക്ക് വോട്ട് ചെയ്യാനാണ്, നമ്മൾ അവരെ തിരഞ്ഞെടുക്കണമെന്ന് അവരാഗ്രഹിക്കുന്നേ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എന്തിനാണ്? അതിനു മുമ്പ് ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചപ്പോൾ വൈഫ് പറഞ്ഞു, ആ സ്ത്രീ ഉണ്ടല്ലോ 3 പ്രാവശ്യം നമ്മുടെ വീട്ടിൽ വന്നാ ചാച്ച, പക്ഷേ അപ്പോൾ ചേട്ടനിവിടെ ഉണ്ടായില്ല. 3 പ്രാവശ്യം വന്നു വീട്ടിൽ. എന്തിനാ? വോട്ട് ചോദിക്കാനായിട്ട്. എന്താ അവർ ചെയ്തേ? ഞാനത് കളിയാക്കൊന്നുമല്ല, അവരുടെ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുമായിരുന്നു അല്ലേ? അവരുടെ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ ഉറപ്പാക്കുകയായിരുന്നു. അവർക്കറിയാം അവരെ വിളിച്ചത് എന്തിനാണ്. ഇതാ പഞ്ചായത്ത് മെമ്പറായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ജില്ലാ തലത്തിലോ ഏതെങ്കിലും സ്ഥലത്തിലോ അവരെ വിളിച്ചേക്കണേ. പക്ഷേ അത് അവരെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ തെരഞ്ഞെടുപ്പ് ഉറപ്പായിട്ടില്ല. അവർ ഉറപ്പാക്കുകയായിരുന്നു. ദൈവത്തിന്റെ വചനം 2 പത്രോസ് 1:10 നമ്മളോട് എന്നാ പറഞ്ഞെന്നറിയാമോ മക്കളെ? നമ്മളോട് എന്നാ പറഞ്ഞെന്നറിയാമോ? നിന്റെ വിളി ആദ്യം തിരിച്ചറിയണം, പിന്നെ അതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നീ ഉറപ്പാക്കണം. തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണം. അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ നടന്നാൽ പോരാ. മത്തായി 7:21, 22, 23 സുവിശേഷം അറിയിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു, യേശുവെ കർത്താവായി സ്വീകരിച്ചു. അവസാനം യേശു പറഞ്ഞു, ഗെറ്റ് ഔട്ട്, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് നടന്നില്ല. ഈ ഭൂമിയിൽ ഭയങ്കര സുവിശേഷീകരണമായിരുന്നു, തെരഞ്ഞെടുപ്പൊന്നും നടന്നില്ല. പക്ഷെ ഇവിടെ പറയുന്നു, നിന്റെ വിളി മാത്രമല്ല, അതിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. വായിച്ചേ 2 പത്രോസ് 1:10. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഹല്ലേലൂയ. മനസ്സിലായോ മക്കളെ? ഏതിന് വചനം പറയുന്നു? വിളിയും അതിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ അധികം ശ്രമിപ്പിൻ. അപ്പൊ ഇനി നമുക്കത് ചെയ്യണ്ടേ? ഹല്ലേലൂയ. നാളെ മുതലാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. ഹല്ലേലൂയ. നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ. അപ്പൊ വിളിച്ചിട്ടുണ്ട്. എങ്ങോട്ടാ വിളിച്ചേക്കണേ? സ്വർഗത്തിലേക്ക്. ഇതാണ് ഹെബ്രായർ 3:1 പറയുന്നത്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. ഹല്ലേലൂയ.
സ്വർഗീയ വിളിക്ക്. ഭൂമിയിൽ ജീവിച്ച് ഇപ്പൊ മരണം നിന്നെ കൊല്ലും, അതിനു മുമ്പ് മരണമില്ലാത്ത സ്വർഗത്തിലേക്ക് ഇങ്ങോട്ട് പോരെ. ഇതാണ് സന്ദേശം. വിളിച്ചിരിക്കുക. പക്ഷേ ഈ വിളി നമുക്ക് തിരിച്ചറിയാമോ? വിളി നമുക്ക് തിരിച്ചറിയണ്ടേ? യേശു ക്രിസ്തുവിലൂടെ അപ്പം വിളിച്ചിരിക്കുക. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലാണ്. വായിച്ച ഹെബ്രായർ 3:1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായ ഉള്ളോരെ, വിശുദ്ധ സഹോദരന്മാരെ. അപ്പൊ സഹോദരന്മാര് ആണ്, ശരിയാ. യേശുവിനെ കർത്താവായി സ്വീകരിച്ച എല്ലാവരും സഹോദരന്മാരാ. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാ. വിളിക്ക് ഓഹരിക്കാരാ. അത് പറഞ്ഞ് നടന്നാ മതിയോ? ഉറപ്പിക്കണ്ടേ? നിന്റെ വിളിയും അതിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഉറപ്പിക്കണ്ടേ? നേരത്തെ കേട്ടില്ലേ, അവർ ജയിച്ചപ്പോ അവരും മെമ്പറായി. നമ്മൾ ജയിച്ചാൽ ആരാകും? എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. നമ്മൾ ജയിച്ചാൽ ആരാകുന്നേ? അയ്യ, ജയിച്ച രാജാക്കന്മാരെന്നാവില്ല. ഇമ്മീഡിയറ്റ് സമയമെടുക്കും. നമ്മൾ ജയിച്ചാൽ ആരാവും? ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ആദ്യ സ്റ്റേജ് അതാ. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. വെളിപ്പാട് 21:7 ശ്രദ്ധിച്ചു കേൾക്കുക. വെളിപ്പാട് 21:7 ദൈവവചനം പറയുന്നു, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. അപ്പൊ അവര് ജയിച്ചപ്പോ മെമ്പറായി, MP ആയി, MLA ആയി. നമ്മൾ ജയിച്ചാൽ ആരാകുക? വായിച്ചേ. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അവൻ എനിക്ക് മകനുമായിരിക്കും. ഹല്ലേലൂയ. മകനുമായിരിക്കും. ശ്രദ്ധിച്ചു കേൾക്കുക. മകനുമായിരിക്കും. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മളായിരിക്കുന്ന സ്ഥലമാണ് ജനാധിപത്യം. ജനാധിപത്യത്തിൽ ജയിക്കുമ്പോഴാണ് നമ്മൾ മെമ്പറാകുക, MP ആകുക, MLA ആകുക, മന്ത്രിയാകുക. എന്നാൽ കിങ്ഡത്തിൽ നാം രാജാവാകുന്നതിൻ്റെ കാരണം നാം ജയിക്കുന്നത് കൊണ്ടല്ല, നാം ദൈവത്തിൻ്റെ മക്കളാകുന്നത് കൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇതാ ദുബായിയുടെ ഇപ്പോഴത്തെ രാജാവ് ഷെയ്ഖ് മുഹമ്മദ് നല്ലൊരു മനുഷ്യനാണ്. നിങ്ങൾക്കറിയാമോ അദ്ദേഹം എത്ര വോട്ട് കിട്ടി ജയിച്ചിട്ടാണ് അദ്ദേഹം രാജാവായിരിക്കുന്നതെന്ന് ആർക്ക് പറയാം? കറക്റ്റായിട്ട് പറഞ്ഞ വോട്ടിന്റെ എണ്ണം അറിയോ? ഞാൻ പറയട്ടെ, അദ്ദേഹം ഒരു വോട്ടും നിന്നില്ല, ജയിച്ചു ഇല്ല. പിന്നെ എന്താ അദ്ദേഹം രാജാവായേ? വേറെ ഒന്നുമല്ല. രാജാവാകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് രാജാവിൻ്റെ മകനായി ജനിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? രാജാവാകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് രാജാവിൻ്റെ മകനായി ആ കൊട്ടാരത്തിൽ, ആ കുടുംബത്തിൽ ജനിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. രാജാവിൻ്റെ മകനായി ജനിച്ചാൽ അവർക്ക് രാജാക്കന്മാരായി തീരാം. പിടുത്തം കിട്ടിയ ഭരണാധികാരികളായി തീരാനായിട്ട് പറ്റും. ഇതേപോലെ വെളിപ്പാട് 21:7 പറയുന്നു, ജയിക്കുന്നവൻ ദൈവത്തിൻ്റെ മകൻ. 22 പറയുന്നു, അവർ എന്നേക്കും രാജാക്കന്മാർ. മനസ്സിലായോ? അപ്പൊ നാം എന്തിലാ ജയിക്കണ്ടേ? ദൈവത്തിൻ്റെ മകനാകാൻ കിട്ടിയ അധികാരത്തിൽ ജയിക്കണം. ജയിച്ച ദൈവ കുടുംബത്തിൽ നാം വന്നാൽ നാം ദൈവ കുടുംബത്തിലെ ദൈവത്തിൻ്റെ മകനാണ്. ആ മക്കളാണ് രാജാക്കന്മാരായി മാറുന്നത്. ഷെയ്ഖ് മുഹമ്മദ് രാജാവാകാൻ കാരണം ഷെയ്ഖ് റാഷിദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ മകനായി ആ രാജകൊട്ടാരത്തിൽ ജനിച്ചതുകൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് രാജാവായി മാറിയത്, ദുബായിയുടെ രാജാവായി മാറിയത്. മനസ്സിലായോ? ഇതേപോലെ പ്രിയമകനെ, പ്രിയമകളെ, ഞാനും നിങ്ങളും വെളിപ്പാട് 21:7 പ്രകാരം ജയിക്കുന്നവൻ ദൈവത്തിൻ്റെ മകനായി കഴിഞ്ഞാൽ അവരാണ് ഇതാ ദൈവത്തിൻ്റെ മക്കളായ ഈ ഭൂമിയുടെ രാജാക്കന്മാരായി തീർന്നത്. അപ്പോൾ അതിലേക്ക് സ്വർഗത്തിലെ ദൈവം, പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുവരികയാണ്. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. നിങ്ങളോട് എനിക്ക് 9:30 വരെ ടൈം തന്നേക്കണേ. അപ്പോൾ ആ കറക്റ്റ് ആ സമയത്തിനുള്ളിൽ തീർക്കും. മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ശ്രദ്ധിച്ചു കേട്ടെ. നമ്മളെ സൃഷ്ടിച്ചത്, ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചത് എന്നാണെന്നറിയാമോ? ഒരു പക്ഷേ നിങ്ങളതായിരിക്കും പഠിച്ചേക്കണേ. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ആരാധിക്കാൻ വേണ്ടിയാണെന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് ഞാൻ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കും. ഇപ്പോൾ ആരാധനയ്ക്ക് കുറവൊന്നുമില്ല. പക്ഷേ തുടർന്ന് വിശുദ്ധ ബൈബിളിൽ നിന്ന് എനിക്ക് മനസ്സിലായേ
ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ഈ ഭൂമിയുടെ രാജാക്കന്മാരായി തീരാനാണ്, ഈ ഭൂമിയുടെ കെയർ ടേക്കിംഗ് നടത്താൻ വേണ്ടിയാണ്. പക്ഷേ എല്ലാ സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കണം. കാറ്റ്, കടല്, ആഴി, സൂര്യൻ, ചന്ദ്രൻ, എല്ലാ സൃഷ്ടികളും നമ്മളും ദൈവത്തെ ആരാധിക്കണം. പക്ഷെ നമ്മളെ ഉണ്ടാക്കിയത് ദൈവത്തിന്റെ വചനം പറയുന്നു ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് നമ്മളെ ഉണ്ടാക്കിയത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് നമുക്ക് അറിയത്തുമില്ല. ഇന്ന് നമ്മളെ മരണം വാഴുകയാണ്. നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, എൻ്റെ മക്കളെ ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് സ്വർഗസ്ഥ പിതാവ് പറയുന്ന ഒരു വാക്കാണ്, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം, അവർ നമ്മെ ആരാധിക്കട്ടെ എന്നല്ല, അവർ ഭൂമിയെ വാഴട്ടെ. ശ്രദ്ധിച്ച് കേൾക്കുക. വിശുദ്ധ ബൈബിളിലെ സത്യം തിരിച്ചറിയുക. സത്യം തിരിച്ചറിഞ്ഞിട്ട് അതിന് തക്കവണ്ണം നമ്മൾ ഒരുക്കപ്പെടുക. വായിച്ചാട്ടെ, ഉൽപ്പത്തി 1:26. മനുഷ്യനെ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതനുസരിച്ച് ജീവിതം മുന്നോട്ടേക്ക് പോവുക, ലക്ഷ്യത്തിലേക്ക്. ആ അപ്പന്റെ ലക്ഷ്യത്തിലേക്ക് വേണം മക്കൾ പോകാൻ. വായിക്കേ. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പൊ നമ്മളെ എന്തിനാ ഉണ്ടാക്കിയേ? വാഴാനാ. എവിടെ വാഴാൻ? സർവഭൂമിയെ വാഴാനാണ് എന്നെയും നിങ്ങളെയും ദൈവം ഉണ്ടാക്കിയേ. ഉറപ്പായോ? ഞാൻ ഒന്നും കൂട്ടിയിട്ടില്ല, ബൈബിളിലെ കാര്യം പറഞ്ഞേ. പക്ഷെ വാഴാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഇന്ന് ആര് വാഴുകയാ? വാഴാൻ തുടങ്ങുമ്പോൾ തന്നെ മരണം അടിച്ചുകൊണ്ട് പോവില്ലേ? മഹാനായ അലക്സാണ്ടർ ഓരോ മേഖലയും പിടിച്ച് കടന്നു വരുന്ന സമയത്ത്, രാജ്യങ്ങളെ പിടിച്ചു വരുന്ന സമയത്ത് ഒരു രോഗത്താൽ പിടിപെട്ടു, അദ്ദേഹത്തെ മരണം കൊണ്ടുപോയി. ഈ ലോകത്തെ ചക്രവർത്തിമാരൊക്കെ എന്തിയേ? എല്ലാവരെയും മരണം കൊണ്ടുപോയില്ലേ? രാജാക്കന്മാരെ, മന്ത്രിമാരെ എല്ലാവരെയും മരണം കൊണ്ടുപോയില്ലേ? എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തിരിച്ചറിവ് വേണം. എന്നാൽ നമ്മോടുകൂടെ സ്വർഗത്തിലെ ദൈവം സൃഷ്ടിച്ച 2 മറ്റു ഭരണാധികാരികളുണ്ട്. അവർ ഇന്നും മനോഹരമായി വാഴുന്നു. അതാരൊക്കെയാണെന്നറിയോ? അറിയില്ല അല്ലേ? നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കൊളീഗ്സ്. ഭരിക്കാൻ വേണ്ടി 3 കൂട്ടരെ ഉണ്ടാക്കിയേ. ഒന്ന് സൂര്യനെ, പകൽ വാഴാൻ സൂര്യൻ. മറ്റൊന്ന് ചന്ദ്രൻ, രാത്രി വാഴാൻ ചന്ദ്രൻ. ഭൂമിയെ വാഴാൻ മനുഷ്യൻ. ഇതിൽ മനുഷ്യൻ മാത്രം ദാരുണമായി പരാജയപ്പെട്ടു. ആ ഗണമാണ് നമ്മൾ. വായിച്ചേ, ഉൽപ്പത്തി 1:16. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആയി 2 വലിയ വെളിച്ചങ്ങളെ ദൈവമുണ്ടാക്കി. അപ്പൊ എന്തിനാണ്? സൂര്യൻ വലിപ്പമുള്ള വെളിച്ചം, ചന്ദ്രൻ വലിപ്പം കുറഞ്ഞ വെളിച്ചം. 2 വെളിച്ചങ്ങളെ ഉണ്ടാക്കി. എന്ത് വാഴാനാ? സൂര്യനെ ഉണ്ടാക്കിയത് പകൽ വാഴാൻ, ചന്ദ്രനെ ഉണ്ടാക്കിയത് രാത്രി വാഴാൻ. എന്നെ നിങ്ങളെ ഉണ്ടാക്കിയത് ഭൂമിയെ വാഴാൻ. പറയുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. എന്നെ നിങ്ങളെ ഉണ്ടാക്കിയത് ഭൂമിയെ വാഴാൻ. ഇതാണ് പറഞ്ഞത്, നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ. നിങ്ങൾ നോക്കിയേ, ഇന്നും സൂര്യൻ പകൽ വാഴുന്നുണ്ടോ? ഉണ്ടല്ലേ? റെസ്റ്റ് എടുക്കാൻ പോയിട്ടുണ്ടോ? 8 മണിക്കൂർ, അല്ല സോറി, പുള്ളിയുടെ ഡ്യൂട്ടി 12 മണിക്കൂർ. 12 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടോ? ഇല്ല. 12 മണിക്കൂർ ഒരു സൈഡിലെ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഉടനെ ദൈവം അടുത്ത സൈഡിലെ ഡ്യൂട്ടി കൊടുത്തു, ഭൂമിയുടെ മറ്റേ പകുതി ഡ്യൂട്ടി. അത് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാൻ പറ്റുമോ? ഇല്ല. വീണ്ടും ഭൂമിയുടെ അടുത്ത പകുതിയുടെ ഡ്യൂട്ടി. അയ്യോ, ഇങ്ങനെയൊക്കെ ജോലി ചെയ്ത് തളർന്നു പോവില്ലേ? ഇതുവരെയും പുള്ളി തളർന്നിട്ടുണ്ടോ? ഇതുവരെയും പുള്ളിയുടെ മണ്ണെണ്ണ പെട്രോൾ തീർന്നിട്ടുണ്ടോ? ഇന്ധനം തീർന്നിട്ടുണ്ടോ? ഇതുവരെയും കേടായിട്ടുണ്ടോ? ഇതുവരെ നമ്മുടെ KCB ബോഡി 4 റിപ്പയറിന് വേണ്ടി പോയിട്ടുണ്ടോ? ഇന്നും പുള്ളി സൃഷ്ടിച്ച നാൾ മുതൽ ഇന്നും മനോഹരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ചന്ദ്രൻ ഇതുപോലെ തന്നെയല്ലേ? അന്ന് മുതൽ ഇന്ന് വരെ മനോഹരമായി. ചിലപ്പോൾ നമുക്ക് അരിവാൾ രൂപത്തിൽ കാണാം, ചിലപ്പോൾ പകുതി അപ്പ രൂപത്തിൽ കാണാം, ചിലപ്പോൾ ഫുൾ അപ്പായിട്ട് കാണാം,
ഇല്ലേ? പല ടൈപ്പായിട്ട് കാണാം. ഇന്നും മനോഹരമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ചന്ദന ശവപ്പെട്ടി ഉണ്ടാകേണ്ട ആവശ്യമുണ്ടോ? സൂര്യന് ശവപ്പെട്ടി വേണോ? പക്ഷെ മനുഷ്യന് മാത്രം എന്നാ പറ്റി ശവപ്പെട്ടി വേണ്ടേ? കണ്ടോ, മനുഷ്യൻ മാത്രം ദാരുണമായി പരാജയപ്പെട്ടു, മരണത്തിൽ പിടിക്കപ്പെട്ടു. മോനെ, നീ അടുത്ത ഭൂമിയുടെ രാജാവാ നീ. ഇതാണ് രാജ്യത്വ സുവിശേഷത്തിലെ സന്ദേശം. മനുഷ്യൻ മരണത്താൽ പിടിക്കപ്പെട്ടു. എന്നാൽ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഒടുക്കത്തെ ശത്രുവായ മരണത്തെ നീക്കിക്കളയും. ഒടുക്കത്തെ ശത്രുവായ മരണത്തെ നീക്കിക്കളയും. ഹല്ലേലൂയ. ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് യേശു കർത്താവോടുകൂടെ ഈ ആത്മീയ യുദ്ധത്തിൽ ഞാനും നിങ്ങളും പങ്കാളികളാകണം. ഹല്ലേലൂയ. ഇനിയും നമ്മൾ ജഡത്തിലല്ല ജീവിക്കേണ്ടത്, ഇനിയും നമ്മൾ ആത്മാവിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് ആത്മാവിൽ നിന്ന് ജഡത്തിലേക്ക് ഇറങ്ങി നാം ജഡത്തിലെ മണ്ഡലങ്ങളെ കീഴടക്കണം. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. ഞാനും നിങ്ങളും ആരാ? ദൈവത്തിന്റെ മക്കളായ, ദൈവത്തിന്റെ അവകാശികളായ, ക്രിസ്തുവാൽ നേടപ്പെട്ട ദൈവത്തിന്റെ മക്കളാ ഞാനും നിങ്ങളും. ഈ ഭൂമിയുടെ രാജാക്കന്മാരായി നിയമിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഒരു സംഭവം, ഒരു ഉപമ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക ഈ സെക്ഷൻ. ഇന്ന് ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. അതായത് നിങ്ങളെ അപ്പൻ്റെ ആഗ്രഹം പറഞ്ഞ് തരികയാണ്. ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരാൾ ധ്യാനം കൂടാൻ വന്നു, തിരുവനന്തപുരം സൈഡിൽ നിന്നാണ് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബൈബിൾ വായിച്ചപ്പോൾ ഈ നമ്മൾ രാജാക്കന്മാരായി തീരൂ എന്നൊക്കെ ഇങ്ങനെ തോന്നി. പക്ഷെ ഞാൻ എൻ്റെ ദേവദാസനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്ന് വചനം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ രാജാക്കന്മാരാണ് എന്നുള്ള വിശുദ്ധ ബൈബിളിലെ വചനം ഇതാ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതാ നമ്മൾ കേട്ടു വെളിപ്പാട് 22:5 നാം എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഇനി ഇതാ അങ്ങോട്ടേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ദൈവത്തിന്റെ മക്കളായി നാം ജയം പ്രാപിച്ചാൽ മോനെ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ ഒരുങ്ങിക്കോ. ദാനിയേൽ 7-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാർ വേണം ഇനി രാജ്യത്വം ഏറ്റെടുത്ത് ഭൂമിയെ വാഴാൻ. തയ്യാറാണോ തുഞ്ഞ നീ? അതോ നിനക്ക് അടക്കള ഭരണം മാത്രം മതിയാ? സഹോദരിമാരോട് ചോദിച്ചേട്ടാ, അടക്കള ഭരണം മാത്രം മതിയാ? വായിച്ച് കേക്ക്. 7:18 ദാനിയേൽ 7:18. അപ്പച്ചന്മാരെ, സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേക്ക്. സഹോദരന്മാരെ, ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിൽക്കുന്നവരെ ശ്രദ്ധിച്ച് കേക്ക്, മനസ്സിലാക്കുക. ദാനിയേൽ 7:18. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. മനസ്സിലായോ? അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിക്കും. അവർ ഭരണം ഏറ്റെടുക്കും. അവർ ഭരണം ഏറ്റെടുത്ത് എന്നേക്കും സദാകാലത്തേക്കും. എത്ര നാള്? എന്നേക്ക് സദാകാലത്തേക്ക്. 5 വർഷമല്ല, 10 വർഷമല്ല, 15 വർഷമല്ല, 20 അല്ല, 50 അല്ല, 100 അല്ല, 200 അല്ല, 1000 അല്ല, എന്നേക്ക് സദാകാലത്തേക്ക് അവർ രാജത്വം അനുഭവിക്കും. എന്റെ പ്രിയ മക്കളെ, ഈ ഒരു തിരിച്ചറിവ് വേണം. അടുത്ത ഭൂമിയുടെ രാജാക്കന്മാരായിരിക്കണം മൊത്തം ഈ ശബ്ദ കാഴ്ചവതിലുള്ള നിങ്ങൾ. ഈ ഒരു തിരിച്ചറിവ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ അവസാനിക്കുന്നത്. ദാനിയേൽ 7:27 ഇങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെയാണ് കാര്യങ്ങളുടെ സമാപ്തി. എങ്ങനെ? ഇങ്ങനെയാണ് കാര്യങ്ങളുടെ സമാപ്തി. എങ്ങനെ? 27 വായിച്ചേ. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിൻ കീഴെല്ലാടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. എന്റെ ഒപ്പത്തിനൊപ്പം ഉണ്ടോ മക്കളെ? ദൈവത്തിന്റെ വചനം പറയാ, ആകാശത്തിന്റെ കീഴിലുള്ള എല്ലാ അധികാരവും ആരുടെ കയ്യിലേക്ക് വരും? മുന്നേ നിന്റെ കയ്യിലേക്ക് വരാൻ പോകണം. അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ കയ്യിലേക്ക് വരാൻ പോകുന്നു. ഹല്ലേലൂയ. പിശാചിന്റെ കിങ്ഡവും എല്ലാ മനുഷ്യഭരണവും തകിടം മറിയാൻ പോവാണ്. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവം. ദാനിയേൽ 2 ദൈവാനുവദിക്കുന്ന നാളെ നമുക്ക് ചിന്തിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, നിലം തൊടാതെ ഒരു കല്ല് ഉയരത്തിൽ നിന്ന് വരികയാണ്. ആ കല്ല് കടന്നു വന്നിട്ട് ഇവിടെയുള്ള സകല ഭരണങ്ങളെയും, ആത്മീയ ഭരണങ്ങളെയും, ഭൗതിക ഭരണങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് ഇതാ അതിനെ പൊടി ഒരു വലിയൊരു കാറ്റ് വന്ന് അത് വെറുതെ ദൂരിയാക്കി അതിനെ പറപ്പിച്ചു കളയും. പിന്നെ കല്ല് 3 സ്റ്റേജിൽ വളരും. ആദ്യം അതൊരു കല്ല്, പിന്നെ കല്ല് വളർന്ന ഒരു പർവ്വതം, പിന്നെ പർവ്വതം വളർന്ന് ഭൂമി മുഴുവൻ നിറയോ. പ്രിയ സഹോദരങ്ങളെ, ഉടമസ്ഥൻ ഭരണം ഏറ്റെടുക്കാൻ പോവുകയാ. ഉടമസ്ഥൻ ഭരണം ഏറ്റെടുക്കാൻ പോവുകയാ. ആ ഭരണം ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യോ? തന്റെ മക്കളുടെ കയ്യിലേക്ക് കൊടുക്കും. മക്കളെ, നിങ്ങൾ ഭരിച്ചോ. ഹല്ലേലൂയ. യേശുക്രിസ്തു ഇത് പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഹലോ, യേശുക്രിസ്തു ഇത് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ കയ്യിലേക്ക് ഭരണം തരുമെന്ന്.
ഒരു വാക്യം പറയാമോ? ഓർക്കുന്നില്ല അല്ലേ? എങ്ങനെ ഓർക്കാനാ? പിശാച് ഇതൊക്കെ മറച്ചിടുകയല്ലേ. യേശുക്രിസ്തു പ്രസംഗിച്ച തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിലെ ദൈവം മനുഷ്യന്റെ മനസ്സുകളെ കുരുടാക്കി അതിനെ മറച്ചു. ഇനി ആരെങ്കിലും ഇത് പറഞ്ഞാൽ അതിനെ ദുരുപദേശം എന്ന് പറഞ്ഞാൽ അവനെ അങ്ങ് മറച്ച് ഇത് സഭയിലേക്ക് എത്തിക്കാതിരിക്കാൻ നോക്കുന്ന പൈശാചിക തന്ത്രം. ശ്രദ്ധിച്ച് കേൾക്കുക. ലൂക്കോസ് 12:32 യേശു പറഞ്ഞു ഇത് തന്നെ: ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടേണ്ട, ഭരണം നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒന്ന് വായിച്ചേ. ലൂക്കോസ് 12:32. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? അപ്പച്ച ഭരണം ഏറ്റെടുക്കാൻ തയ്യാറാണ്, തരാൻ അപ്പൻ തയ്യാറായിരിക്കുന്നു യേശുക്രിസ്തു പറയണേ. ഹല്ലേലൂയ. ഇതാ രാജ്യത്തെ സുവിശേഷം. ഭരണം നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ പിതാവ് പ്രസാദിച്ചെന്ന് എന്റെ റിപ്പോർട്ടല്ല, യേശുവിന്റെ റിപ്പോർട്ടാ. ഹല്ലേലൂയ. ഇത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞ അത് തന്നെ ഇവിടെ പറയുന്നത്. ചെറിയ ആട്ടിൻകൂട്ടമേ, അതിന്റെ അർത്ഥം കുറച്ചു പേരെ ഇതിലുണ്ടാവുകയുള്ളൂ. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടേണ്ട, രാജ്യത്വം, ഭരണം, ഗവൺമെന്റ് നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ നിങ്ങളുടെ അപ്പം പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അത്യുന്നത വിശുദ്ധന്മാർ എന്നേക്ക് രാജ്യത്വമേറ്റി ഭൂമിയെ വാഴാൻ പോകുന്നു. എന്റെ പൊന്നു മക്കളെ, ഇത് സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ. ഹല്ലേലൂയ. ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ രാഷ്ട്ര നിർമ്മാതാവ്. ഹല്ലേലൂയ. ഓരോ ദൈവദാസരോ അവനൊരു പൊളിറ്റീഷ്യനാ. റിയലി ദൈവരാജ്യം പ്രസംഗിക്കുന്നവനാണെങ്കിൽ അവനൊരു പൊളിറ്റീഷ്യനാ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തില് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ കറക്റ്റ് അല്ല. 1 പത്രോസ് 2:9 പറയുന്നുണ്ട്: നിങ്ങളോ അന്ധകാരത്തിൽ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുത്ത എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട് ഒരു വിശുദ്ധ വംശം എന്ന്. അല്ലേ? നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വിശുദ്ധ വംശം. അതിന്റെ ഇംഗ്ലീഷ് എന്നാ നിങ്ങൾക്ക് അറിയാമോ? ഹോളി നേഷൻ, പരിശുദ്ധ രാഷ്ട്രം. മനസ്സിലായ? പരിശുദ്ധ രാഷ്ട്രം. ഹല്ലേലൂയ. പരിശുദ്ധ രാഷ്ട്രം. UHNG, യുണൈറ്റഡ് ഹോളി നേഷൻ ഓഫ് ഗാഡ്. UN എന്ന് കേട്ടിട്ടുണ്ട? ഇതേപോലെ അത് പരിശുദ്ധ രാഷ്ട്രം. ദൈവത്തിന്റെ പരിശുദ്ധ രാഷ്ട്രമാണ് നാം. ഹല്ലേലൂയ. വീട്ടിൽ പോയിട്ട് ഇംഗ്ലീഷ് ബൈബിൾ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. മലയാളം ഇപ്പൊ ഒന്ന് വായിച്ചേ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും. മതി. വിശുദ്ധ വംശം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് വേറൊന്നുമല്ല, ഹോളി നേഷൻ. മനസ്സിലായോ? ഹോളി നേഷൻ, യുണൈറ്റഡ് ഹോളി നേഷൻ ഓഫ് ഗാഡ്. ഹലോ, UK എന്ന് കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. യുണൈറ്റഡ് കിങ്ഡം അല്ലെ? 4 രാജ്യങ്ങൾ കൂടി ഒരു കിങ്ഡം ആയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇംഗ്ലണ്ട്, അയർലൻഡ്, വെയിൽസ്, സ്കോട്ട്ലൻഡ്, ഇത് 4 കൂടി UK, യുണൈറ്റഡ് കിങ്ഡം. ഹല്ലേലൂയ. ഇതേപോലെ ഞാനും നിങ്ങളും എല്ലാം കൂടി ദൈവത്തിന്റെ കിങ്ഡമായി തീരുകയാണ്. ഏതൊക്കെയാണ്? സ്വർഗസ്ഥ പിതാവ്, ക്രിസ്തു, ശാന്തിയും, മോളിയും, തൊമ്മനും, മാത്യു, ഷാജിയു, സിനു എല്ലാം കൂടി ചേർന്ന് UHNG, യുണൈറ്റഡ് ഹോളി നേഷൻ ഓഫ് ഗാഡ്, എല്ലാം കൂടി ഒരു രാഷ്ട്രമായി മാറുകയാ. ക്രിസ്തുവിൽ നമ്മൾ ഏക ശരീരമായി വിളിച്ചിരിക്കുന്നു. വൺ ബോഡി സെറ്റപ്പ്. വി ആർ ഇൻ യൂണിയൻ വിത്ത് ഗോഡ് ഇൻ ന്യൂ ക്രിയേഷൻ. ഹല്ലേലൂയ. ഈ ന്യൂ ക്രിയേഷനെ കുറിച്ച് ബൈബിളിലില്ല. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയണം, മനസ്സിലാക്കണം. എന്റെ പൊന്നുമക്കളെ, നമ്മൾ ആരാണ്? സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ സംസാരിക്കുന്ന. എന്താ സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ, ഫിസിക്കൽ പൊളിറ്റിക്കൽ മാറ്റർ തമ്മിലുള്ള വ്യത്യാസം? ഫിസിക്കൽ പൊളിറ്റിക്കൽ മാറ്ററിൽ നമ്മൾ ഇലക്ഷൻ തെരഞ്ഞെടുത്ത് ജനങ്ങളാണ് നമ്മളെ തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്ററിൽ ജനങ്ങളല്ല നമ്മളെ തെരഞ്ഞെടുക്കുന്നത്, ദൈവമാണ് നമ്മളെ തെരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, ആ ഇലക്ഷന് വോട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ എല്ലാ ആ കാൻഡിഡേറ്റ്സിന്റെ ഒക്കെ ആ സ്ഥാനാർത്ഥികളുടെ നോട്ടം ഞങ്ങൾക്കൊന്ന് വോട്ട് ചെയ്യേ എന്നുള്ളതാണ് ആ സ്ഥാനാർത്ഥികളുടെ നോട്ടം. നിങ്ങൾ വേണം ഞങ്ങളെ തെരഞ്ഞെടുക്കാൻ. എന്നാൽ ദൈവരാജ്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. ദൈവരാജ്യത്തിൽ അങ്ങനെയല്ല. ഇതിന്റെ രീതി നിങ്ങൾ അറിയണം. നാളെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ശ്രദ്ധിച്ച്, ദൈവരാജ്യത്തിൽ അങ്ങനെയല്ല. ശ്രദ്ധിച്ചു കേട്ടോ, ദൈവദാസന്മാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ. ദൈവരാജ്യത്തിൽ ആദ്യം തന്നെ ഇത് സെലക്ഷൻ എന്ന് പറയുന്നത് ആദ്യം തന്നെ പിതാവ് നമ്മളെ അട്രാക്ട് ചെയ്യും. ഹല്ലേലൂയ. രണ്ടാമത് യേശുക്രിസ്തു നമ്മളെ തെരഞ്ഞെടുക്കും. മൂന്നാമത് യേശുക്രിസ്തു നമ്മളെ പിതാവിന്റെ മുമ്പിൽ നോമിനേറ്റ് ചെയ്യും, ഏറ്റുപറയും. ഹല്ലേലൂയ. ഈ 3 സ്റ്റേജ് കഴിയുമ്പോഴാണ് നമ്മൾ ഭരണാധികാരികളായി, അംഗങ്ങളായി മാറുക. ഹല്ലേലൂയ. നാളെ നമുക്ക് കൂടുതലായിട്ട് കേൾക്കാം. ഒന്നാമത് ഇതാ
പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ പറ്റാതില്ല. രണ്ടാമത് യേശു പറയുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാ. മൂന്നാമത് യേശു പറയുന്നു, നീ ജയിച്ചാൽ ഞാൻ എന്റെ പിതാവിന്റെയും തന്റെ ദൂതന്മാരുടെ മുമ്പിൽ ഞാൻ നിന്നെ ഏറ്റുപറയും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഭരണാധികാരികളാകണോ? ആകണോ? ഹല്ലേലൂയ. നാളെ നേരത്തെ ആളുകളെ കൂട്ടിക്കൊണ്ടുവരണം. ഹല്ലേലൂയ. നമുക്ക് നിത്യം ദൈവരാജ്യത്തിലെ ഭൂമിയുടെ രാജാക്കന്മാരായി മാറാനുള്ളതാ. അപ്പൊ ഇതിന്റെ മെത്തേഡ് നമ്മൾ തിരിച്ചറിയണം. മെത്തേഡ് തിരിച്ചറിഞ്ഞിട്ട് വേണം നാം ഇവിടെ പ്രവർത്തിക്കാനായിട്ട് അടിയാകാൻ. പ്രിയ സഹോദരങ്ങളെ, ലൂക്കോസ് സുവിശേഷം അതിലൊരു ഉപമയുണ്ട്, അത് പറഞ്ഞ് നമ്മളങ്ങ് അവസാനിപ്പിക്കുക. പലർക്ക് സംശയം രാജാക്കന്മാരാകുമെന്നല്ലേ. പകരം നിങ്ങൾ ഇങ്ങനെ ചോദിക്കണം, എനിക്ക് എത്ര രാജ്യത്തിന്റെ രാജാവാകണം, എത്ര പട്ടണങ്ങളുടെ രാജാവാകണം, അത് തീരുമാനിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് അതനുസരിച്ചുള്ള യോഗ്യത തെളിയിക്കണം. ലൂക്കോസ് സുവിശേഷത്തിൽ ഒരു ഉപമയുണ്ട്, നാളെ നിങ്ങൾ പഠിച്ചുകൊണ്ട് വരണം. ഞാൻ ഇന്നങ്ങ് പറഞ്ഞു വിടാം കേട്ടോ, ഇന്നങ്ങ് പറഞ്ഞു വിടാം. ശ്രദ്ധിച്ചേ, അതില് വീട്ടിൽ പോയിട്ട് ലൂക്കോസ് 19:11 മുതൽ വായിച്ചിട്ട് വേണം നാളെ വരാൻ. അവിടെ പറയാണ്, ദൈവരാജ്യം ഇപ്പോ വരുമെന്ന് യേശുവിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ജനത്തിന് തോന്നി. ഉടനെ യേശു പറഞ്ഞു, അത് അങ്ങനെയല്ല എന്നർത്ഥത്തിൽ. കുലീനനായൊരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണമെന്ന് വെച്ച് ദൂരദേശത്തേക്ക് പോയി. അയാളാണ് യേശു കേട്ടോ. പോയിട്ടുണ്ട് യേശു. എന്താ മടങ്ങി വരാത്തെ? രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. രാജ്യത്വം പ്രാപിച്ച് താൻ സ്വന്തമായി രാജാവാ, പക്ഷേ ഇപ്പോൾ അവകാശമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അതിന്റെ കാര്യം നാളെ നമുക്ക് എടുക്കാം. അപ്പോ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണം. അപ്പൊ മടങ്ങി വരാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ രാജ്യത്വം പ്രാപിച്ചാലും മടങ്ങി വരാൻ പറ്റൂ. രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണം എന്ന് വെച്ചാൽ ദൂരദേശത്തേക്ക്, അതാണ് പിതാവിന്റെ അടുക്കിലേക്ക് യാത്രയായി. ഇനി ഇവിടെ പോണ സമയത്ത് 10 ദാസന്മാരെ വിളിച്ചിട്ട് അവർക്ക് 10 ദ്രഹ്മ കൊടുത്തു, 10 വെള്ളി കൊടുത്തു. അപ്പൊ ഒരാൾക്ക് എത്ര കിട്ടി? 10 പേരെ വിളിച്ച് 10 കൊടുത്ത ഒരാൾക്ക് എത്ര കിട്ടി? ഭയങ്കര കണക്കാ, കമ്പ്യൂട്ടറൊക്കെ വേണം പഠിക്കണമെങ്കിൽ. ശരിക്ക് 10 ദ്രഹ്മ 10 പേർക്ക് കൊടുത്തപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടി? 1 കിട്ടി അല്ലേ? ഹല്ലേലൂയ. അങ്ങനെ 1 തന്നിട്ട് പറഞ്ഞു, ഞാൻ പോവാ, വ്യാപാരം ചെയ്തോളാൻ പറഞ്ഞു. വ്യാപാരം ചെയ്തോളാൻ പറഞ്ഞു. ആ വ്യാപാരം ചെയ്ത സമയത്ത് ഒരാള്, ഈ കുലീനായ മനുഷ്യൻ തിരികെ വന്നപ്പോ ആദ്യത്തെ ആള് പറഞ്ഞു, നീ തന്ന 1 ദ്രഹ്മ കൊണ്ട് ഞാൻ 10 ഉണ്ടാക്കി എന്ന് പറഞ്ഞു. രാജാവ് പുള്ളിയോട് പറഞ്ഞു, ആ പട്ടണം, ഈ പട്ടണം, ഈ പട്ടണം, ആ പട്ടണം, ഈ പട്ടണം, ഈ പട്ടണം, 10 പട്ടണങ്ങളുടെ രാജാവായിക്കോളാൻ പറഞ്ഞു. മനസ്സിലായോ? 10 പട്ടണങ്ങളുടെ രാജാവാകാൻ നീ. ഹല്ലേലൂയ. അപ്പൊ അടുത്ത ആള് വന്നിട്ട് പറഞ്ഞു, നീ തന്ന ദ്രഹ്മ കൊണ്ട് ഞാൻ 5 ദ്രഹ്മ സമ്പാദിച്ചെന്ന് പറഞ്ഞു. നിനക്ക് 10 വേണ്ട, 5 മതി. അത് ആ കാണുന്ന 5 പട്ടണങ്ങളെ രാജാവായിക്കോളാൻ പറഞ്ഞു. വീട്ടിൽ പോയി വായിച്ചു നോക്കണേ. ഇതാണ് രാജ്യത്വത്തിന്റെ സുവിശേഷം. ഹല്ലേലൂയ. മോനെ, നീ രാജാവാകുമെന്നല്ലേ ചോദിക്കണ്ടേ, നിനക്ക് എത്ര പട്ടണം വേണം? ഒന്ന് ചിന്തിച്ച, നിനക്ക് എത്ര ഏരിയ വേണം വാഴാൻ? ഇതാ യേശു പറഞ്ഞ, ചെറിയ ആട്ടുംകൂട്ടമേ ഭയപ്പെടേണ്ട, ഭരണം നിങ്ങളുടെ കയ്യിൽ തരുക, നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ഇവിടം കൊണ്ട് ഇതാ പുഴുവിന് പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശരീരം, ഇതാ നമ്മൾ റൊട്ടിയും ബിരിയാണിയും അതും ഇതും കഴിച്ച് വലിയ ശരീരം ഉണ്ടാക്കി. ഈ ശരീരം എത്ര വലുതായാലും ഇത് മരിച്ചു പോകും. നിസ്സാര സമയം കൊണ്ട് ഇത് പുഴുവിന് പലഹാരമായി തീരും. ഹല്ലേലൂയ. അത് ആരായാലും ശരി, രാജാവിന്റെ ആയാലും ശരി, ദരിദ്രന്റെ ആയാലും ശരി. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വിരിച്ച് ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു ഭാവിയുണ്ട്. ആ ഭാവിയാണ് ദൈവത്തിന്റെ മക്കളായി ക്രിസ്തുവിൽ സ്വർഗരാജ്യത്തിൽ നിത്യം നിലകൊള്ളുകയും ഈ ഭൂമിയുടെ ഭരണാധികാരികളായി ക്രിസ്തുവിന്റെ കീഴിൽ ദൈവത്തിന്റെ ഗവൺമെന്റ് അലങ്കരിക്കുന്നവരായി തീരുക എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയ മക്കളെ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവിയാണ് ഈ രാജ്യത്വ സുവിശേഷം. നമ്മളാണ് ദൈവത്തിന് വേണ്ടി ഈ ഭൂമിയെ വാഴേണ്ടത്. ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ യോഗ്യത തെളിയിക്കണം. യോഗ്യരാങ്കിൽ മാത്രമേ അതിലേക്ക് പോകൂ. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ ജയിച്ച എൻ്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവനാണ് ഇതിലേക്ക് കടന്നു വരുന്നുള്ളൂ. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ, അവൻ ഈ ഭരണത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകും. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. ഇതിനെല്ലാം വേണ്ടിയാണ് നാം പാപത്തിൽ രക്ഷ പ്രാപിക്കാൻ യേശു കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായത്. ആ യേശു കാൽവരിയിൽ യാഗമായതിന്റെ ഗുണം നമ്മൾ ഏറ്റെടുക്കണം. യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് നാം ഏറ്റെടുക്കുമ്പോൾ അത് ഒരു പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. ഒരു പ്രാവശ്യം നീ രക്ഷിക്കപ്പെട്ടാൽ മതി. പിന്നെ എന്ത് ചെയ്യണോ? ആ രക്ഷിക്കപ്പെട്ട നാം ഇനി പിൻപിലേക്ക് തിരിയാതെ, നോ ടേണിംഗ് ബാക്ക്, യേശുവെ അനുഗമിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, ആ പിതാവിന്റെ അടുക്കലേക്ക്, പിതാവിന്റെ ഭവനത്തിലേക്ക് നാം ദൈവത്തിന്റെ മക്കളായി ജയം പ്രാപിച്ച്
പ്രാപിച്ച് ജയം പ്രാപിച്ച് സാത്താനെ തോൽപ്പിച്ച് ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം അനുദിനം നമ്മൾ നടക്കുമ്പോൾ പിന്നെ നമ്മളല്ല ജീവിക്കുന്നേ, നമ്മൾ ക്രിസ്തു ജീവിക്കാൻ തുടങ്ങുകയായി. ഹല്ലേലൂയ. നമ്മുടെ യാത്ര മുഴുവൻ ആത്മമണ്ഡലത്തിലാ, ഭൗതിക മണ്ഡലത്തിലല്ല. ശരീരം കൊണ്ട് നമുക്ക് യാത്രയില്ല, ശരീരം കൊണ്ട് നമ്മൾ ഭൂമിയിൽ തന്നെയാ. കാരണം ജഡരക്തങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കിയില്ല. നമ്മുടെ ഹൃദയം കൊണ്ടാണ്, നമ്മുടെ ദേഹി കൊണ്ടാണ് നാം യാത്രയാകുന്നത്. അതെല്ലാം അടുത്ത സന്ദേശത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ മനസ്സിലാക്കുക, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവിയാണ് രാജത്വ സുവിശേഷം. ആ സുവിശേഷത്തിൽ ദൈവം തലവനായി ആ ദൈവിക ഭവനത്തിൽ ക്രിസ്തുവിൽ നാം വസിക്കുവാനായിട്ട് ഇടയാ. ക്രിസ്തുവിലെല്ലാം നമുക്ക് അവിടെ വസിക്കാൻ കഴിയുകയില്ല. ആദത്തിൽ നാം പുറത്ത്, ക്രിസ്തുവിൽ നാം അകത്ത്. ഹല്ലേലൂയ. തുടർന്ന് ദൈവം തന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ ഭരണം നമ്മുടെ കയ്യിലേക്ക് തരും. കാരണം ദൈവത്തിന്റെ വചനം മലാക്കി 3:6-7 ഭാഗങ്ങളിൽ പറയുന്നു, യഹോവയായ ഞാൻ മാറാത്ത ദൈവം. കാരണം ദൈവത്തിന്റെ തീരുമാനം ഒരിക്കലും മാറുകയില്ല. ഉൽപ്പത്തി 1:26 മനുഷ്യനെ ഉണ്ടാക്കിയപ്പോഴും പറഞ്ഞു, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. ആ തീരുമാനത്തിൽ ദൈവം ഇന്നും ഉറച്ചു നിൽക്കുക. എന്താ തെളിവ്? തന്റെ പുത്രനായ ക്രിസ്തുവിടെ എന്ന് പറഞ്ഞു, ചെറിയാട്ടം കിട്ടുമേ, ഭയപ്പെടേണ്ട. അപ്പന്റെ അന്നത്തെ തീരുമാനം തന്നെ ഇന്നത്തെ തീരുമാനം. രാജ്യം നിങ്ങൾക്ക് തരുക പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയമക്കളെ, നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേക്കാം. ഈ കേട്ട വചനത്തിന്റെ മുമ്പിൽ ഈ രാജ്യത്തെ സുവിശേഷം മത്തായി 24:14 പ്രകാരം ഇതാ സർവ്വ സൃഷ്ടികൾക്ക് സാക്ഷ്യമായി, സർവ്വ രാഷ്ട്രങ്ങൾക്ക് സാക്ഷ്യമായി, ലോകത്തിൽ എല്ലാവരും അറിയിക്കപ്പെടുന്നതിന്റെ ഭാഗമായി ഇതാ മക്കളെ നിങ്ങളുടെ അടുക്കൽ എത്തുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. ആ ദൈവത്തിന് ഹൃദയം കൊണ്ട് നന്ദി പറയുക, ഹൃദയം കൊണ്ട് നന്ദി പറയുക. ഇത് അങ്ങനെ തന്നെയോ നിങ്ങളുടെ വിശുദ്ധ ബൈബിളിൽ നോക്കി അത് അങ്ങനെ തന്നെയോ ഒന്ന് ഉറപ്പിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ ബെരോവിലുള്ളവർ തെസ്സലോനിക്കക്കാരേക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ കേട്ട വചനം അത് അങ്ങനെ തന്നെയോ എന്ന് ഇതാ അവർ ഹൃദയം കൊണ്ട് പരിശോധിച്ച് തങ്ങളെ തന്നെ ആ വചനത്തിന് കീഴിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇതാ ഓൺലൈനിലായിരിക്കുന്ന പ്രിയ മക്കളെ, ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, അപ്പാ ഈ സന്ദേശം അന്ത്യകാലത്ത് എൻ്റെ ഹൃദയത്തിലെത്തുവാൻ അങ്ങ് ഇടയാക്കിയതിനായി നന്ദി എന്ന് ഓരോ ഹൃദയവും ദൈവത്തോട് പറയട്ടെ. മക്കളെ, ഞാനുമായിട്ടില്ല ഇനി നിങ്ങളുടെ കാര്യം. എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ അവയവമായി ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയം കൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ളതാണ്. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാട്ടെ. ദൈവത്തിന്റെ വചനം അപ്പോസ്തലപ്രവൃത്തി 20:21 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പൗലോസ് ദൈവത്തിലേക്കുള്ള മാനസാന്തരവും യേശു കർത്താവിലുള്ള വിശ്വാസവും യഹൂദന്മാരോടും യവനന്മാരോടും അറിയിച്ചു. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് ഒന്ന് തിരിഞ്ഞേ, ഹൃദയം കൊണ്ട് ഒന്ന് തിരിഞ്ഞേ. നമ്മളെക്കുറിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന ഭാവി നാം കേട്ടു. നമ്മളെക്കുറിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന ഭാവി, ദൈവത്തിൻ്റെ മക്കളായി ക്രിസ്തുയേശുവിലൂടെ നമുക്ക് അവകാശം തന്നിരിക്കുന്നു, അധികാരം തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തോട് കൂടെ വസിപ്പാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ദൈവവചനം പറയുന്നു, ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന്, ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന്, യേശുക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിപ്പാൻ, ആ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ രക്ഷ പ്രാപിപ്പാൻ അത്രേ നമ്മളെ നിയമിച്ചിരിക്കുന്നത്. ആ നിയമനം അത് ഏറ്റെടുത്തുകൊണ്ട് അപ്പൻ്റെ അടുക്കിലേക്ക് ക്രിസ്തുവെ അനുകമ്പിപ്പാൻ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി ഈ ഭൂമിയുടെ രാജാക്കന്മാരായി ദൈവം എന്തിനാണോ നമ്മളെ സൃഷ്ടിച്ചത് അതിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഈ ഗ്രൗണ്ടിൽ ഈ ശബ്ദ കാഴ്ചവരുതിയിൽ ഇപ്പോഴും തുടർന്നും അങ്ങയുടെ ചിന്തകളെ ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ മക്കളെ നിറച്ചാട്ടെ. മക്കളെ, ദൈവത്തിൻ്റെ സാന്നിധ്യം, തൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിലൂടെ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഓൺലൈനിലായിരിക്കുന്ന നിങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് വ്യാപരിക്കുകയാണ്. താങ്ക് യു ഡാഡി. ഗ്രൗണ്ടിലായിരിക്കുന്ന നിങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മചലനം വ്യാപരിക്കുകയാണ്. നിങ്ങൾ എത്രത്തോളം ദൈവസന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഏൽപ്പിക്കുന്നു, അത്രത്തോളം ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളെ മൂടുവാനിടയാകും. ദൈവത്തിൻ്റെ സാന്നിധ്യ ശക്തി നിങ്ങളെ മൂടുവാനിടയാകും. താങ്ക് യു ഫാദർ, താങ്ക് യു, താങ്ക് യു. അപ്പാ, ബലഹീനരായിട്ടുണ്ട്,
ബലമുള്ളവരുണ്ട്. എല്ലാവരിലും അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലും അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഹോളി ഗാഡ്. ദൈവാത്മാവിൻ്റെ ചലനം പ്രിയ മകനെ, പ്രിയ മകളെ, നിന്റെ ഇടയിലേക്ക് കടന്നു വരികയാണ്. നിന്നെ ദൈവം സ്പർശിക്കുകയാണ്. ആ ദൈവകരങ്ങളിലേക്ക് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തേ. അപ്പാ, ഞാൻ ഇതുവരെയും ജീവിതത്തിൽ കേൾക്കാത്ത പല കാര്യങ്ങളും വിശുദ്ധ ബൈബിളിൽ നിന്ന് കേട്ടു. ഇത് വിശുദ്ധ ബൈബിളിൽ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് ഇത് ഏറ്റെടുക്കുവാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ. ഇനിയും ഒരു കല്ല് വെള്ളത്തിൽ മുക്കിയതുപോലെ ഞാൻ ആകാതെ, ആ സ്പോഞ്ച് വെള്ളത്തിൽ മുക്കിയതുപോലെ ഞാൻ എവിടെ ചെന്നാലും എന്നിലൂടെ ദൈവസ്ഥാനത്ത് ഈറ്റിട്ട് വീഴുന്ന രീതിയിൽ എന്നെ അങ്ങ് മാറ്റണമേ. പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥ പിതാവേ, ഈ മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവർ കേട്ട വചനപ്രകാരം അതിൻ്റെ 100% റിസൾട്ട് കൊയ്യുവാൻ ഈ മക്കളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ പല ഭാരങ്ങളും പല പ്രയാസങ്ങളും പല സങ്കടങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ ദുഷ്ടൻ ഭരിക്കുന്ന ലോകത്ത് അങ്ങയുടെ മക്കളായിരിക്കുന്നത്. അതിൻ്റെ മേലെല്ലാം അങ്ങയുടെ മഞ്ഞും മഴയും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ മക്കളെ, വിശ്വാസത്തോടെ നിങ്ങളുടെ വിഷയങ്ങൾ എന്താണോ അങ്ങോട്ടേക്ക് അരനീട്ടിയാട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ എന്താണോ അങ്ങോട്ടേക്ക് അരനീട്ടിയാട്ടെ. ദൈവത്തിൻ്റെ കരം നിങ്ങളതിൽ കാണും. ദൈവത്തിൻ്റെ പരിഹാരം നിങ്ങളതിൽ കാണും. ഏതെങ്കിലും രീതിയിൽ പാപം നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം ഓർപ്പിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, കോപിച്ചാൽ പാപം ചെയ്യരുത്, പിശാചിനിടം കൊടുക്കരുത്. ദൈവം നമ്മുടെ സകല അകൃത്യങ്ങളെ ക്ഷമിക്കുന്നു, രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ഒരു നിമിഷം നമ്മളെ തന്നെ യേശു കർത്താവിൻ രക്തത്താൽ ഒന്ന് കഴുകപ്പെടുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അനാവശ്യ വാക്കുകൾ പറഞ്ഞ് ശരീരരോഗത്തിലായോ, അനാവശ്യ പ്രവൃത്തികൾ ചെയ്ത് ബിസിനസ് നഷ്ടത്തിലായോ, കുടുംബ ശാപത്തിലായോ, അങ്ങനെയെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിച്ച് യേശു രക്തത്താൽ കഴുകപ്പെടുവാണെന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആശ്വാസം തരും. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാൽ ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സൗഖ്യം ഈ ഹാളിൽ, ഈ ഗ്രൗണ്ടിൽ, ഈ ശബ്ദ കാഴ്ച വെറുതെയിൽ ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ആരെല്ലാം ശ്രവിക്കുന്നുവോ അവരുടെ എല്ലാം ജീവിതത്തിൽ ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിക്കട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. ഇവരുടെ വിഷയങ്ങളുടെ മുകളിൽ ദൈവത്തിന്റെ പരിഹാരം വ്യാപരിക്കട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. എല്ലാ ജഡികമായ കെട്ടുകളും ആത്മീയമായ കെട്ടുകളും എല്ലാ തിന്മകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. ഈ ദേശം സ്വതന്ത്രമാകട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. എല്ലാ അന്യായമായതും മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സത്യവചനത്താൽ തുറന്ന സ്വർഗം ഈ അടൂർ പട്ടണത്തിന് മുകളിൽ പ്രഖ്യാപിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ കർത്തൃത്വം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ദൈവമേ, ഇത്രത്തോളം അങ്ങയുടെ വചനം ഈ ദേശത്ത് അരുളി ചെയ്യുവാൻ അങ്ങ് തന്ന അവസരത്തിനായി നന്ദി പറയുകയാണ്. ഈ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നു. ഇവർ നിത്യം അനുഗ്രഹമായി തീരട്ടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തേ. കരങ്ങളെ അടിച്ച് ശക്തിയോടെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തേ. ശക്തിയോടെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തേ. ദൈവം നിന്ന് കേൾക്കട്ടെ. ദേശമൊന്ന് മാറട്ടെ. ദേശമൊന്ന് മാറട്ടെ. തുറന്ന സ്വർഗം പ്രഖ്യാപിക്കപ്പെടുകയാണ്. സാത്താന്റെ എല്ലാ അവകാശങ്ങളും മാറിപ്പോവുകയാണ്. ദൈവരാജ്യ സുവിശേഷം ഈ അടൂർ പട്ടണം കേട്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെതായ രാജ്യത്ത് ഇവിടെ വാഴട്ടെ. പൈശാചിക രാജ്യത്ത് തകർന്നു മാറട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ പുരന്നിരിക്കട്ടെ. പാഴ് ശൂന്യമായ ഭൂമിയെ മനോഹര രൂപമാക്കിയ ദൈവത്തിന്റെ ആത്മാവ് ഈ പട്ടണത്തെയും ജനത്തെയും മനോഹര രൂപമാക്കട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. നാളെ നേരത്തെ വരണേ. കൂടുതൽ ആളുകളായിട്ടൊക്കെ കയറി വരണേ. കാരണം നമുക്ക് കൂടുതൽ പഠിക്കാറുണ്ട്. രാജാക്കന്മാരായി തീരണ്ടേ, ദൈവത്തിന്റെ മക്കളായി തീരണ്ടേ. അതിന് കൂടുതൽ മനസ്സിലാക്കാനുണ്ട്. ദൈവം അവരെ സഹായിക്കട്ടെ. ഇന്ന് കിട്ടിയ അസൈൻമെന്റ് ഓർമ്മയുണ്ടല്ലോ. ലൂക്കോസ് സുവിശേഷം 19 അധ്യായം 11 മുതൽ നന്നായിട്ട് വായിച്ച് വരിക. അതിൽ നമുക്ക് എത്ര പട്ടണം വേണമെന്ന് തീരുമാനത്തോടുകൂടി വരിക. നാളെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്.